നമസ്കാരം. സ്പോട്ട്ലൈറ്റിലേക്ക് സ്വാഗതം. ഇഡി ഉദ്യോഗസ്ഥരെ CPM പ്രവർത്തകർ ആക്രമിച്ച സംഭവത്തിൽ നടപടി കടുപ്പിക്കുകയാണ് കേന്ദ്ര സർക്കാർ. അക്രമത്തെക്കുറിച്ച് സംസ്ഥാനത്തോട് കേന്ദ്രം റിപ്പോർട്ട് തേടി. പോലീസ് വീഴ്ചയെന്ന ആരോപണം ശക്തമാകുന്നതിനിടെ ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല DGPയെ വിളിച്ചു വരുത്തി. ഇഡി ഉദ്യോഗസ്ഥർക്ക് നേരെയുള്ള ആക്രമണത്തിൽ പോലീസിന് സുരക്ഷാ വീഴ്ചയുണ്ടായിട്ടുണ്ടോ എന്ന് പരിശോധിച്ച് നടപടിയെടുക്കുമെന്ന് DGP റവാഡ ചന്ദ്രശേഖർ പറഞ്ഞു. ഇഡി സുരക്ഷ ആവശ്യപ്പെട്ടിരുന്നില്ല. ഇതുവരെ 8 പ്രതികളെ പിടികൂടി. സംഭവം എല്ലാ തരത്തിലും അന്വേഷിക്കുമെന്നും DGP പറയുന്നു. ഇതിൻ്റെ ഇഡി റെയ്ഡ് അവർ സ്വന്തമായിട്ട് ചെയ്താണ് കേന്ദ്രബലമായിട്ട്. ഞങ്ങൾ കൊണ്ട് നടക്കുമ്പോഴും അതിന് പോലീസ് മനസ്സിലായിട്ടുണ്ട്, ഇങ്ങനെ അറിവുണ്ട്. അപ്പോൾ പോലീസിന് ഡിപ്ലോയ് ചെയ്തിട്ടുണ്ടായിരുന്നു. അത് ആവശ്യമുള്ള നടപടി സ്വീകരിച്ചിട്ടുണ്ടായിരുന്നു. അതിന് റെയ്ഡ് കഴിഞ്ഞ് 8 മണിക്കൂർ ശേഷമാണ് റെയ്ഡ് കഴിഞ്ഞ് പുറത്തിറങ്ങുമ്പോഴാണ്, അപ്പോൾ 8 മണിക്കൂർ പിന്നിടുന്നു. അപ്പോഴാണ് റെയ്ഡ് ഈ ആക്രമണം നടക്കുന്നത്. പോലും സ്വാഭാവികമല്ലേ പോലീസ് അതുകൊണ്ട് തന്നെ അല്ലേ അവിടത്തേക്ക് 300ഓളം പോലീസ് ഡിപ്ലോയ് ചെയ്തിട്ടുണ്ടായിരുന്നു ടോട്ടൽ അവിടത്തേക്ക് പല സ്ഥലങ്ങളായിട്ട്. ഈ പറ്റുള്ള സ്ഥലങ്ങളിൽ 50ഓളം പോലീസ് ഉണ്ടായിരുന്നു. തീർച്ചയായിട്ടും ഇതിലെ ഈ സംഭവത്തിന് നമ്മൾ നോക്കാം, അതിലേക്ക് ആവശ്യം നടപടി സ്വീകരിക്കുന്നത്. പോലീസ് അവരെ അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഇന്നലെ 8 പ്രതികൾ അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. ബാക്കി ആളുകൾ അറസ്റ്റ് ചെയ്യാൻ പോകുന്നുണ്ട്. പോലീസ് 8 പേർ അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. ബാക്കി ആളുകൾ പോലീസിന്റെ മുന്നിൽ അവരുണ്ടായിരുന്നതാണ്. എന്നിട്ട് എന്തുകൊണ്ട് അവർ അറസ്റ്റ് ചെയ്തില്ല? പോലീസ് 8 പേർ അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. ബാക്കി ആളുകൾ പെട്ടെന്ന് അറസ്റ്റ് ചെയ്യും. ഇഡി റെയ്ഡിനിടെ പോലീസിനെ ആക്രമിക്കുന്ന കൂടുതൽ ദൃശ്യങ്ങളും പുറത്തു വന്നിട്ടുണ്ട്. സംഭവത്തിൽ മ്യൂസിയം പോലീസ് പ്രത്യേകം FIR രജിസ്റ്റർ ചെയ്തു. ഡാൻ കുര്യൻ ചേരുന്നുണ്ട് കൂടുതൽ വിവരങ്ങളുമായി. ഡാൻ, ഒരു ദിവസം മുഴുവൻ സംഭവബഹുലമാക്കിയതാണ് ഇന്നലെ ആ അതിക്രമങ്ങളും റെയ്ഡും ഒക്കെ. ആദ്യം ഈ റെയ്ഡിന്റെ കാര്യത്തിലേക്ക്, അവിടെ DGPയെ വിളിച്ചു വരുത്തി ചെന്നിത്തല കാര്യങ്ങൾ തിരക്കി പരിശോധിക്കണമെന്നൊക്കെ ആവശ്യപ്പെട്ടിട്ടുണ്ട്. ഇന്നലെ പറഞ്ഞത് പോലീസിന് വീഴ്ചയൊന്നും സംഭവിച്ചിട്ടില്ല എന്നാണ് ആഭ്യന്തരമന്ത്രി പ്രതികരിച്ചതും. എന്താണ് മിനിസ്റ്ററിന്റെ ഓഫീസ് പറയുന്നത്? അതായത് വീഴ്ച സംഭവിച്ചു എന്ന് രഹസ്യമായിട്ടെങ്കിലും അവർ അംഗീകരിക്കുന്നുണ്ട്. ഇന്റലിജൻസ് IDGP ഇതുമായി ബന്ധപ്പെട്ട് സ്റ്റേറ്റ് സ്പെഷ്യൽ ബ്രാഞ്ചിനോട് വിശദീകരണം തേടിയതിന് പിന്നാലെയാണ് പോലീസ് വീഴ്ച അവിടെ ഉണ്ടായിട്ടുണ്ട് എന്ന ഒരു വിലയിരുത്തലിലേക്ക് രഹസ്യാന്വേഷണ വിഭാഗം എത്തിയത്. ആ റിപ്പോർട്ട് സംസ്ഥാന ആഭ്യന്തരമന്ത്രിയുടെ അരികിലേക്ക് എത്തിയതിന് പിന്നാലെയാണ് അദ്ദേഹം പോലീസ് മേധാവിയായിട്ടുള്ള റവാഡ ചന്ദ്രശേഖരനെയും ആഭ്യന്തരമന്ത്രിയുടെ പോലീസ് ഉപദേഷ്ടാവ് ഹേമചന്ദ്രൻ ഉൾപ്പെടെയുള്ള ഉദ്യോഗസ്ഥരെയും അദ്ദേഹത്തിൻ്റെ വസതിയിലേക്ക് വിളിച്ചു വരുത്തി ഇപ്പോഴുണ്ടായിരിക്കുന്ന സംഭവങ്ങളിൽ തുടർ നടപടികൾ എങ്ങനെ വേണമെന്ന കാര്യത്തിൽ കൃത്യമായൊരു ധാരണയിലേക്ക് എത്തിയത്. അതിൻ്റെ നടപടിക്രമങ്ങളുടെ ഭാഗമായാണ് നിലവിൽ 8 പേർ അറസ്റ്റിലായ കേസിൽ പ്രധാനപ്പെട്ട DYFIയുടെ നേതാക്കൾ ഉൾപ്പെടെ 3 DYFI നേതാക്കൾ ഉൾപ്പെടെയുള്ളവർ ഈ കൃത്യത്തിൽ പങ്കെടുത്തിട്ടുണ്ട് എന്ന ബോധ്യത്തിൻ്റെ അടിസ്ഥാനത്തിൽ അവരെ ഉടൻ പിടികൂടുന്നതിന് വേണ്ടിയിട്ടുള്ള നടപടികൾ തിരുവനന്തപുരം ജില്ലയ്ക്കകത്തും പുറത്തേക്കും വ്യാപിപ്പിക്കുന്ന സാഹചര്യം ഉണ്ടായിരിക്കുന്നത്. അതിനിടെ കോട്ടയത്ത് നിന്നാണ് ഒടുവിൽ ഈ കേസിലെ ഒരു അറസ്റ്റ് ഉണ്ടായിരിക്കുന്നത്. തിരുവനന്തപുരത്ത് നിന്ന് ഈ അക്രമ സംഭവങ്ങളിൽ പങ്കെടുത്ത ശേഷം ഇവിടെ നിന്ന് കോട്ടയത്തേക്ക് രക്ഷപ്പെട്ട അമലിനെയാണ് കോട്ടയത്ത് വെച്ച് പോലീസ് പിടികൂടി ഇപ്പോൾ തിരുവനന്തപുരത്തേക്ക് എത്തിച്ചുകൊണ്ടിരിക്കുന്നത്. ഇന്ന് വൈകുന്നേരത്തിനകത്ത് മുഴുവൻ പ്രതികളെയും, ഇതുവരെ പിടിയിലായ മുഴുവൻ പേരെയും കോടതിയിൽ വൈദ്യപരിശോധനയ്ക്ക് ശേഷം മജിസ്ട്രേറ്റിന് മുമ്പാകെ അവർ വസതിയിൽ ഹാജരാക്കും. അങ്ങനെ റിമാൻഡിലേക്ക് പോകാനുള്ള നടപടികളാണ് പുരോഗമിക്കുന്നത്. നിലവിൽ 2 FIRകളാണ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. ED ഉദ്യോഗസ്ഥരുടെ പരാതിയിലും CRPFിൻ്റെ പരാതിയിലും പോലീസിൻ്റെ പരാതിയിലും 2 FIRകൾ രജിസ്റ്റർ ചെയ്തുകൊണ്ട് BNSനെയും അതോടൊപ്പം PDPP ആക്ടിലെയും പ്രധാനപ്പെട്ട വകുപ്പുകൾ, ഗുരുതരമായ വകുപ്പുകൾ ചുമത്തിയാണ് ഈ കേസെടുത്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഗുരുതരമായ ഒരു കുറ്റകൃത്യത്തിൻ്റെ ഇനത്തിലേക്ക് തന്നെ ഇത് പെടും എന്ന കാര്യത്തിൽ സംശയമൊന്നും വേണ്ട. കൊല്ലട ഇവരെ എന്ന് ആക്രോശിച്ചുകൊണ്ടാണ് വാഹനങ്ങൾക്കടുത്തേക്ക് ഈ പ്രതിഷേധക്കാർ ചീറിപ്പാഞ്ഞടുത്തത് എന്ന് FIRൽ വ്യക്തമാക്കുന്നുണ്ട്. ED ഉദ്യോഗസ്ഥർ മ്യൂസിയം പോലീസിന് നൽകിയ മൊഴിയിൽ ആ കാര്യങ്ങൾ എടുത്തു പറയുകയും ചെയ്യുന്നുണ്ട്.
അങ്ങനെ ഒരു പശ്ചാത്തലം കൂടി കണക്കിലെടുത്തുകൊണ്ടാണ് കേന്ദ്ര ഏജൻസിയായ എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റിൻ്റെ ഉദ്യോഗസ്ഥരെ ഔദ്യോഗിക കൃത്യനിർവഹണത്തിനിടെ ജീവഹാനി വരുത്തുന്ന തരത്തിലേക്ക് പ്രകോപനം നീണ്ട വകുപ്പുകൾ ഉൾപ്പെടെ ചുമത്തിക്കൊണ്ട് അവർക്കെതിരെ അടിയന്തരമായ നടപടി സ്വീകരിക്കാൻ സംസ്ഥാന ആഭ്യന്തര വകുപ്പ് നിർബന്ധിതരായിരിക്കുന്നത്. കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം ഇതിൻ്റെ വിശദീകരണം സംസ്ഥാനത്തോട് തേടിയതിന് പിന്നാലെയാണ് അടിയന്തര നടപടിക്രമങ്ങളുടെ ഭാഗമായി റിപ്പോർട്ട് സമർപ്പിക്കാനുള്ള നീക്കം ആഭ്യന്തര വകുപ്പിൽ പുരോഗമിക്കുന്നത്. ഇന്റലിജൻസ് ADGP ആഭ്യന്തരമന്ത്രിക്ക് ഒരു റിപ്പോർട്ട് സമർപ്പിക്കും. ആ റിപ്പോർട്ടിൽ വീഴ്ച വരുത്തിയ ഉദ്യോഗസ്ഥരെക്കുറിച്ചടക്കം വ്യക്തമായി എടുത്തു പറയുമെന്നാണ് സൂചന. ആ റിപ്പോർട്ടിൻ്റെ കൂടി അടിസ്ഥാനത്തിലായിരിക്കും മ്യൂസിയം പോലീസ് സ്റ്റേഷൻ പരിധിയിൽ വരുന്ന ഈ സംഭവത്തിൽ കുറ്റക്കാരായ ഉദ്യോഗസ്ഥർക്കെതിരെ ഒരു കടുത്ത നടപടിയിലേക്ക് കടക്കുകയെന്നാണ് പോലീസിൽ നിന്ന് ലഭിക്കുന്ന സൂചന. ഡാൻ, ഇപ്പോൾ കാണിക്കുന്ന ദൃശ്യം, അതായത് പോലീസിനെ വളഞ്ഞിട്ട് ആക്രമിക്കുന്നുമുണ്ട് അതിനിടയിൽ. അതായത് ഒരു പോലീസുകാരനെ കൃത്യമായി വളരെ ക്രൂരമായി മർദ്ദിക്കുന്ന ദൃശ്യങ്ങൾ, അത് ഇന്നലത്തേതാണെങ്കിൽ പോലും ഇതിൽ എന്താണ് പോലീസ് നടപടിയെടുക്കുന്നത്? പ്രത്യേകം FIR ഇട്ടിട്ടുണ്ട് എന്ന് പറയുന്നു. പെട്ടെന്നുണ്ടായ ഒരു പ്രകോപനത്തിന് അപ്പുറത്തേക്ക് ബോധപൂർവം സംഘടിതമായ ഒരു നീക്കം തന്നെയാണ് ഈ പ്രതിഷേധക്കാരുടെ ഭാഗത്ത് നിന്നുണ്ടായതെന്ന വിലയിരുത്തലാണ് പോലീസുള്ളത്. കാരണം ഈ 11:30-ക്ക് ശേഷം അക്രമാസക്തമായ നിലയിലേക്ക് ഈ പ്രതിഷേധം മാറുന്നത് കേരളം കണ്ടതാണ്. പക്ഷേ 300 പോലീസ് ഉദ്യോഗസ്ഥരെ മാത്രമാണ് സുരക്ഷാ ക്രമീകരണങ്ങളുടെ ഭാഗമായി അവർ വിന്യസിച്ചിരുന്നത്. അതിനപ്പുറത്തേക്ക് പ്രതിഷേധക്കാർ റോഡിന് ഇരുവശത്തും ഈ വീടിൻ്റെ ഇരുവശങ്ങളിലും തടിച്ചു കൂടുന്ന സാഹചര്യമുണ്ടായിരുന്നു. പക്ഷേ ഒരു വശത്ത് തടിച്ചു കൂടിയ പ്രതിഷേധക്കാർക്ക് മുൻപിൽ പ്രതിരോധം തീർത്തുകൊണ്ട് പോലീസ് വലിയ ഒരു സേനാ വിന്യാസം തന്നെ അവിടെ നടത്തി. പക്ഷേ അതിനപ്പുറത്തേക്ക് കൂടി നേതാക്കൾക്ക് പിന്നിലായി വലിയൊരു വിഭാഗം പ്രതിഷേധക്കാർ റോഡിന് ഇരുവശത്തായി മാറി നിൽപ്പുണ്ടായിരുന്നു. അവരാണ് മാധ്യമപ്രവർത്തകർ ED ഉദ്യോഗസ്ഥർ പുറത്തേക്ക് പോകുന്ന ദൃശ്യങ്ങൾ പകർത്താനായി മുമ്പിലേക്ക് ആഞ്ഞതിനിടയിൽ മാധ്യമപ്രവർത്തകർക്കിടയിലൂടെ ഈ പ്രതിഷേധക്കാർ കൂടി ഈ വാഹനത്തിനടുത്തേക്ക് ചീറിപ്പാഞ്ഞെടുക്കുകയായിരുന്നു. അവിടെയാണ് ഈ വടിയും കല്ലും അതോടൊപ്പം ഇഷ്ടികയും ഉപയോഗിച്ചുകൊണ്ട് വാഹനങ്ങൾ ആക്രമിക്കപ്പെടുന്ന സാഹചര്യമുണ്ടായത്. 2 വാഹനങ്ങൾക്കാണ് വലിയ തരത്തിൽ ക്ഷതം സംഭവിച്ചിരിക്കുന്നത്. ഏതാണ്ട് 3 ലക്ഷം രൂപയുടെ നഷ്ടം ഈ വാഹനങ്ങൾ ആക്രമിച്ചതുമായി ബന്ധപ്പെട്ടുണ്ടായിട്ടുണ്ട് എന്നാണ് FIR-ലെ പരാമർശം. അതിന് പുറമെയാണ് ടാക്സി ഡ്രൈവർമാർക്ക് പരിക്കേൽക്കുകയും പോലീസ് ഉദ്യോഗസ്ഥർ ചികിത്സ തേടുകയുമൊക്കെ ചെയ്യുന്ന സാഹചര്യത്തിലേക്ക് വരെ കാര്യങ്ങൾ നീണ്ടത്. എന്തായാലും ഈ സംഭവങ്ങൾ വളരെ ഗൗരവത്തോടെ തന്നെയാണ് പോലീസും ഇന്റലിജൻസ് വിഭാഗവും നോക്കിക്കാണുന്നത്. ഇതിന് പിന്നിൽ ആസൂത്രിതമായൊരു നീക്കം നടന്നിട്ടുണ്ടോ എന്ന് കണ്ടെത്താനുള്ള പരിശോധന ഇപ്പോൾ ഊർജിതമാക്കിയിരിക്കുകയാണ്. ഡാൻ, ഒരു കാര്യം കൂടി, അതായത് CPM ഏരിയ കമ്മിറ്റി ഓഫീസിൽ, അവിടെ പാളയത്ത് ഏരിയ കമ്മിറ്റി ഓഫീസിനുള്ളിൽ അതിക്രമം നടത്തിയവർ ഉണ്ടായിരുന്നു എന്ന് വ്യക്തമായ ബോധ്യമുണ്ടായിട്ടും പോലീസിന് അവരെ പിടികൂടാൻ ആ സമയത്ത് സാധിച്ചില്ല. മാത്രമല്ല, ഇപ്പോഴും 8 പേരെ പിടികൂടിയെന്നാണ് പറയുന്നത്. 8 പേരല്ലല്ലോ പോലീസിനെ തന്നെ പട്ടികയിലുള്ളത്. അപ്പോൾ കേസെടുത്തിട്ടുള്ളത് 8 പേർക്കെതിരെ അല്ലല്ലോ. അപ്പോൾ എന്താണെങ്കിലും ഇപ്പോഴും ആ അറസ്റ്റ് വൈകുന്നതിൽ എന്തായിരുന്നു DGPയുടെ പ്രതികരണം? എന്തുകൊണ്ട് ഇന്നലെ ഏരിയ കമ്മിറ്റി ഓഫീസിനുള്ളിൽ നിന്ന് തിരിച്ചറിഞ്ഞ ആളുകളെയെങ്കിലും കൊണ്ടുപോകാൻ കഴിഞ്ഞില്ല പോലീസിന്? അത്തരത്തിലൊരു നടപടിയിലേക്ക് കടക്കുകയെന്ന ലക്ഷ്യത്തോടെ തന്നെയാണ് പാളയം ഏരിയ കമ്മിറ്റി ഓഫീസിന് മുമ്പിലേക്ക് വൻ പോലീസ് സംഘം പാഞ്ഞെത്തിയത്. പക്ഷേ ഏരിയ കമ്മിറ്റി ഓഫീസിനുള്ളിൽ കയറി അറസ്റ്റ് ഉൾപ്പെടെയുള്ള തുടർ നീക്കങ്ങളിലേക്ക് കടന്നാൽ അത് സംഘർഷ സമാനമായ സാഹചര്യം വീണ്ടും ഉണ്ടാക്കും. നിലവിൽ 2 ദിവസമായി വ്യത്യസ്തമായ 2 കാരണങ്ങളുടെ പേരിൽ പോലീസും SFI DYFI പ്രവർത്തകരും തമ്മിൽ ഏറ്റുമുട്ടുന്നുണ്ട്. അതിന് പിന്നാലെ ഇന്നലെ അങ്ങനെ ഒരു പ്രകോപനത്തിലേക്ക് കാര്യങ്ങൾ എത്തിയാൽ അത് പാളയം ഏരിയ കമ്മിറ്റി ഓഫീസ് പരിസരത്ത് മാത്രം ഒതുങ്ങി നിൽക്കുന്ന ഒന്നാകില്ല. അത് സംസ്ഥാന തലത്തിൽ വലിയ പ്രതിഷേധമായി പോലീസിനെതിരെ മാറുന്ന സാഹചര്യമുണ്ടാകും. അങ്ങനെ ഗുരുതരമായ ക്രമസമാധാന പ്രശ്നങ്ങളിലേക്ക് അത് നയിക്കുമെന്ന ബോധ്യത്തിൽ പോലീസ് പിൻവാങ്ങുകയാണ് ചെയ്തത്. അതാണ് വസ്തുത. അതിനുള്ളിൽ പലരും ഒളിച്ചിരിപ്പുണ്ട് എന്ന പോലീസിന് രഹസ്യ വിവരം ലഭിച്ചെങ്കിലും അതിനുള്ളിലേക്ക് കയറി പരിശോധന നടത്തിയാൽ അതുണ്ടാക്കാനിടയുള്ള കൃത്യമായ പ്രതിസന്ധികളെക്കുറിച്ച് ധാരണ ഉണ്ടായതിൻ്റെ പശ്ചാത്തലത്തിൽ കൂടിയാണ് അങ്ങനെ ഒരു കടുത്ത നടപടിയിലേക്ക് കടക്കാതെ പോലീസ് പിൻവാങ്ങുകയും പ്രതികൾ സ്വമേധയാ സ്റ്റേഷനിലെത്തി ഹാജരാകുമെന്ന നേതാക്കൾ നൽകിയ ഉറപ്പ് വിശ്വസിച്ചുകൊണ്ട് അവർ അവിടെ നിന്ന് മാറുകയും ചെയ്യുന്ന സാഹചര്യമുണ്ടായത്. അങ്ങനെ 4 പേർ പോലീസ് വാഹനത്തിലേക്ക് കയറുന്ന ദൃശ്യങ്ങളടക്കം പുറത്തു വന്നതാണ്. മറ്റ് 2 പേരെ പോലീസ് തന്നെ ഇന്ന് പുലർച്ചെ കസ്റ്റഡിയിലെത്തിയായിരുന്നു. ശേഷിച്ച ആളുകളെ പോലീസ് തന്നെ പിടികൂടട്ടെ എന്ന നിലയിലേക്ക് പാർട്ടി നേതൃത്വം എത്തി. അങ്ങനെയാണ് ഇന്നലെ അർദ്ധരാത്രി മുതൽ വ്യാപകമായ പരിശോധന തിരുവനന്തപുരത്ത് ഈ ആരോപണ വിധേയരുടെ വീടുകളിൽ പാർട്ടി ഓഫീസുകൾക്ക് അടുത്തൊക്കെ പരിശോധന നടത്തിയത്. പക്ഷേ അതിലൊന്നും കാര്യമുണ്ടായില്ല. അവരൊക്കെ അപ്പോഴത്തേക്ക് ഒളിവിൽ പോയിട്ടുണ്ടായിരുന്നു. പ്രധാനമായി IP ബിനുവിനെയും ആറ്റുകാൽ ഉണ്ണിയെയും പാളയം സന്തോഷിനെയും പിടികൂടുന്നതിനുള്ള
പരിശോധനകളാണ് പോലീസ് ഇപ്പോൾ ഊർജിതമാക്കിയിരിക്കുന്നത്. വൈകാതെ തന്നെ ഈ കാര്യങ്ങളിൽ, അതായത് ഇവർ എവിടെയാണ് എന്ന് കണ്ടെത്താൻ അടിയന്തരമായ ഒരു നിർദ്ദേശം ഉന്നത പോലീസ് ഉദ്യോഗസ്ഥർ നൽകിയിട്ടുണ്ട്. കാരണം രക്ഷപ്പെടാനുള്ള സാധ്യത, അതിനുള്ള അവസരം ഇല്ലാതാക്കണമെന്ന നിർദ്ദേശം നൽകിയിട്ടും അവർ ഒളിവിൽ പോയത് എങ്ങനെയെന്നൊരു ചോദ്യം ഉയരുന്നുണ്ട്. ഇതടക്കമുള്ള കാര്യങ്ങളിലാണ് പോലീസ് വീഴ്ച ആരോപിക്കപ്പെടുന്നത്. അതായത് മുൻപിൽ നിന്ന് ഈ പ്രതിഷേധങ്ങൾ നയിച്ചത് ആരൊക്കെയാണെന്ന് പോലീസിന് അറിയാമായിട്ടും കൃത്യമായ ഇടപെടൽ നടത്തി അവരെ തടയാൻ കഴിയാതെ പോയത് ഗുരുതരമായ വീഴ്ചയാണ് എന്നാണ് ഇന്റലിജൻസിന്റെ കണ്ടെത്തൽ. റൈറ്റ്, ഡാൻ കുര്യനാണ് വിവരങ്ങളുമായി ചേർന്നത്. എന്താണെങ്കിലും വലിയ പ്രതിഷേധം, ആ പ്രതിഷേധത്തിനിടെയുണ്ടായ പോലീസിൻ്റെ വീഴ്ച, പോലീസിനെ തന്നെ ക്രൂരമായി കൂട്ടമായി വളഞ്ഞിട്ട് മർദ്ദിക്കുന്ന ദൃശ്യങ്ങൾ പുറത്തു വരിക, DGPയുടെ പ്രതികരണം, അതിനിടയിൽ കേന്ദ്ര സർക്കാർ കാര്യങ്ങൾ കൂടുതൽ കടുപ്പിക്കുകയാണ്, റിപ്പോർട്ട് തേടിയിരിക്കുന്നു കേന്ദ്ര സർക്കാർ എന്നുള്ളതാണ്. ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല ഇതിനിടയിൽ DGPയെ വിളിച്ചു വരുത്തി ഈ ആക്രമണത്തിൽ പോലീസിൻ്റെ സുരക്ഷാ വീഴ്ച ഉണ്ടായിട്ടുണ്ടോ എന്നുള്ള കാര്യം ചർച്ച ചെയ്തു എന്നാണ് വ്യക്തമാവുന്നത്. DGP ആഭ്യന്തരമന്ത്രിയെ കണ്ട് കാര്യങ്ങൾ വിശദീകരിക്കുകയും ചെയ്തിട്ടുണ്ട്. എന്നാണെങ്കിലും വലിയ തോതിൽ ചർച്ചയാവുകയാണ് ഇന്നലെ CPM പ്രവർത്തകർ നടത്തിയ അതിക്രമം, ED ഉദ്യോഗസ്ഥർക്കെതിരെ അവരുടെ കാറുകൾ തകർത്തത്, അതിനുശേഷം അതിനിടയിൽ പോലീസുകാരെ പോലും മർദ്ദിക്കുന്ന സാഹചര്യം ഉരുത്തിരിഞ്ഞത്. മാസപ്പടി കേസിൽ കരിമണൽ കർത്തയുടെ ഡയറിയിലെ വിവരങ്ങളിലേക്ക് ED അന്വേഷണം നീളുമെന്ന സൂചന. VD സതീശൻ മന്ത്രിസഭയിലെ 2 മന്ത്രിമാർ ഉൾപ്പെടെയുള്ള പ്രമുഖ രാഷ്ട്രീയ നേതാക്കളുടെ പേര് ആ ഡയറിയിലുണ്ടായിരുന്നു. പ്രതിപക്ഷ നേതാവ് പിണറായി വിജയനിലേക്ക് അന്വേഷണം എത്തും എന്ന വിലയിരുത്തലാണ് CPMന്. അത് മുൻകൂട്ടി കണ്ടുകൊണ്ടാണ് രാഷ്ട്രീയ പ്രതിരോധം ശക്തമാക്കാൻ ഇടതുമുന്നണി തീരുമാനമെടുത്തത്. VV അരുൺ കൂടുതൽ വിവരങ്ങൾ നൽകും. അരുൺ, എങ്ങനെയൊക്കെയാണ് അതിൻ്റെ ഒരു കാര്യങ്ങൾ പോവുക? പ്രത്യേകിച്ചും CPM ഇങ്ങനെ ഒരു രാഷ്ട്രീയ പ്രതിരോധം എടുക്കുന്ന സാഹചര്യം, അത് ഇങ്ങനെ പിണറായി വിജയൻ എന്ന PVയിലേക്ക് കാര്യങ്ങൾ എത്തുമെന്നുള്ള ഒരു കണക്കുകൂട്ടലാണ്. എന്തോ 2 കാര്യങ്ങളുണ്ട്. ഒന്ന്, ഈ വീണ വിജയനിൽ ഒതുങ്ങില്ല ഈ മാസപ്പടി കേസിലെ അന്വേഷണം എന്നുള്ളതാണ്. എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് തുടക്കത്തിൽ വീണ വിജയനിലേക്ക് എത്തിയിരിക്കുന്നു എന്ന് മാത്രമാണ് ഇപ്പോൾ നമുക്ക് എത്താവുന്ന നിഗമനം. അത് കഴിഞ്ഞാൽ കർത്തയുടെ ഡയറിയിൽ നേരത്തെ വന്ന പേരുകൾ, അത് OC, RC, PK കുഞ്ഞാലിക്കുട്ടി തുടങ്ങിയ നേതാക്കളുടെ പേരുകളിലേക്കും PV എന്ന പേരിലേക്കും അന്വേഷണം പോകാൻ തന്നെയാണ് സാധ്യത. ആ രീതിയിലാണ് ഇപ്പോൾ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിൽ നിന്ന് അതുമായി ബന്ധപ്പെട്ട ആളുകളിൽ നിന്ന് ലഭിക്കുന്ന സൂചനകൾ. PV താനല്ല എന്ന് പിണറായി വിജയൻ പലതവണ പറഞ്ഞു കഴിഞ്ഞു. പക്ഷേ RCയും OC സ്വാഭാവികമായും ഉമ്മൻചാണ്ടി എന്ന പേരാണ് പറയുന്നത്. അദ്ദേഹം മരണപ്പെട്ട നേതാവാണ്. എന്നാൽ PK കുഞ്ഞാലിക്കുട്ടിയുണ്ട്. കുഞ്ഞാലിക്കുട്ടി രമേശ് ചെന്നിത്തലയും ഈ പണം വാങ്ങിയിട്ടില്ല എന്നിതുവരെ പറഞ്ഞിട്ടില്ല. പകരം അവർ പറഞ്ഞത് പാർട്ടിയുടെ ചിഹ്നത്തിലേക്ക് പണം നൽകിയതെന്നാണ് സൂചന. അങ്ങനെയെങ്കിൽ അത് പാർട്ടിക്ക് വേണ്ടി വാങ്ങിയ പണമാണ്. അങ്ങനെ പ്രധാനപ്പെട്ട ആളുകളിൽ നിന്നും വ്യവസായ സംരംഭകരിൽ നിന്നുമൊക്കെ പണം വാങ്ങുന്ന പതിവ് എല്ലാ രാഷ്ട്രീയ പാർട്ടികൾക്കുമുണ്ട്. അതാണ് അന്ന് രമേശ് ചെന്നിത്തലയും PK കുഞ്ഞാലിക്കുട്ടിയും ഒക്കെ പറഞ്ഞ ന്യായം. പക്ഷേ ആ പണം എന്തിന് ഇവർക്ക് നൽകി, എത്ര പണം നൽകി എന്ന കാര്യത്തിലൊക്കെ വ്യക്തത വരേണ്ടതുണ്ട്. കർത്തയ്ക്കെതിരെ കള്ളപ്പണം വെളുപ്പിക്കലടക്കമുള്ള സംശയം EDക്കുണ്ട്. സ്വാഭാവികമായും ഈ രാഷ്ട്രീയ നേതാക്കൾക്ക്, പാർട്ടികൾക്ക് പണം നൽകുന്നത് കള്ളപ്പണം വെളുപ്പിക്കുന്നതിൻ്റെ ഭാഗമായി കൂടിയാണ്. വെറുതെ ഒരു സംഭാവന നൽകി രാഷ്ട്രീയ പാർട്ടികളെ പുഷ്ടിപ്പെടുത്തുക, അവരുടെ പ്രവർത്തന ഫണ്ട് നൽകുക, അതിനപ്പുറത്തേക്ക് ഇത്തരം വലിയ വ്യവസായികളൊക്കെ സ്വാഭാവികമായി ഇങ്ങനെ ഷെയ്ഡഡ് ക്യാരക്ടർ ഉള്ള ആളുകളൊക്കെ ഇത്തരത്തിൽ പണം നൽകുന്നത് തങ്ങളുടെ കള്ളപ്പണം വെളുപ്പിക്കാൻ കൂടിയാണ്. അതുകൊണ്ട് എത്ര പണം നൽകി, ഏത് തരത്തിൽ ഇവർ വിനിയോഗിച്ചു തുടങ്ങിയ കാര്യങ്ങളിലൊക്കെ അന്വേഷണം പോയേക്കാം. അതുകൊണ്ടാണ് ഈ വീണ വിജയനിൽ അന്വേഷണം ഒതുങ്ങില്ല. PV, OC, RC, PK കുഞ്ഞാലിക്കുട്ടി തുടങ്ങിയ പേരുകളിലേക്കും അന്വേഷണം പോകുമെന്ന സൂചനകൾ പുറത്തു വരുന്നത്. ഏതായാലും CPM ഒരു കാര്യം ഉറപ്പിക്കുന്നു, ഈ ഇന്നലെ വീണ വിജയനുമായി ബന്ധപ്പെട്ട കേന്ദ്രങ്ങളിൽ നടന്ന റെയ്ഡ് വീണയെ മാത്രം ലക്ഷ്യമിട്ടുള്ളതല്ല. അത് എത്തി നിൽക്കാൻ പോകുന്നത് പിണറായി വിജയനിലേക്ക് ആയിരിക്കുമെന്ന് CPM ഉറപ്പിക്കുന്നു. ഇടതുമുന്നണിയുടെ വിലയിരുത്തലും അതുതന്നെയാണ്. അതുകൊണ്ടാണ് കടുത്ത പ്രതിരോധ മാർഗങ്ങളിലേക്ക്, പ്രത്യേക ഒരു പ്രത്യാക്രമണ മാർഗങ്ങളിലേക്ക് CPM നീങ്ങുന്നത്. രാഷ്ട്രീയമായും നിയമപരമായും നേരിടും. ഇപ്പോൾ പിണറായി വിജയന് ഇതിൽ നിയമപരമായി നേരിടാനുള്ള സാഹചര്യമില്ല, നീങ്ങാനുള്ള സാഹചര്യമില്ല. അത് വീണയാണ് ചെയ്യേണ്ടത്. പക്ഷേ അതിനപ്പുറത്തേക്ക് ഇത് പിണറായിലേക്ക് എത്തിയാൽ കൂടുതൽ ശക്തമായ നിയമ പോരാട്ടത്തിന് CPM തയ്യാറെടുക്കും. മാത്രവുമല്ല, ഈ രാഷ്ട്രീയ പ്രതിരോധം അത് ഇന്നലെ ഇന്ത്യ മുന്നണി നേതാക്കൾ പലരും, ഈ കോൺഗ്രസ് നേതാക്കൾ ഒഴിച്ചു നിർത്തിയാൽ മറ്റ് രാഷ്ട്രീയ പാർട്ടികളുടെ നേതാക്കൾ, അത് കെജ്രിവാൾ ഉൾപ്പെടെ, സ്റ്റാലിൻ ഉൾപ്പെടെയുള്ള അങ്ങനെ പ്രതിപക്ഷ രാഷ്ട്രീയ പാർട്ടികളിലെ മറ്റ് നേതാക്കൾ കൂടി പിണറായിക്ക് പിന്തുണയുമായി രംഗത്തെത്തിയിരുന്നു. രാജ്യത്ത് ആകമാനം BJP ഇതര സംസ്ഥാനങ്ങളിലെ മുഖ്യമന്ത്രിമാരെയും അവിടുത്തെ BJP വിരുദ്ധ രാഷ്ട്രീയ നേതാക്കളെയും
കേസുകളിൽ കൊടുക്കുക, പിന്നീട് തങ്ങൾക്കൊപ്പം കൂട്ടുക എന്നൊരു ശൈലി പലയിടത്തും BJP സ്വീകരിക്കുന്നു. അതിൻ്റെ ഭാഗമായാണ് കോൺഗ്രസ് നേതാക്കൾക്കെതിരെയുള്ള കെജ്രിവാളിനെതിരെയുള്ള നീക്കങ്ങളെന്ന് അന്ന് കോൺഗ്രസ് ഉൾപ്പെടെ വിലയിരുത്തിയതാണ്. സമാന നീക്കമാണ് പിണറായിക്കെതിരെ നടക്കുന്നതെന്ന് വരുത്തി തീർക്കാനാണ് CPMൻ്റെ ശ്രമം. അതുതന്നെയാണ് അവരുടെ ലക്ഷ്യം. അങ്ങനെ വന്നാൽ അത് ആ രീതിയിൽ പ്രതിരോധിക്കാനാകുമെന്ന് CPM കണക്ക് കൂട്ടുന്നു. വീണാ വിജയനിൽ നിന്ന് പിണറായിലേക്ക് അന്വേഷണത്തിന് അധികം ദൂരമില്ല എന്നൊരു ആശങ്ക CPMനുണ്ട്. അതുകൊണ്ടാണ് അവർ ആ രീതിയിൽ ഒരു പ്രതിരോധ തന്ത്രങ്ങൾ ഒരുക്കുന്നത്. ഇത് CPMൻ്റെ മാത്രം വിഷയമായല്ല, ഇടതുമുന്നണി നേതൃത്വം ഒന്നടങ്കം പിണറായിക്ക് പിന്നിൽ അണിനിരക്കാനാണ് തീരുമാനം. ഇന്ന് വൈകിട്ട് ജില്ലാ കേന്ദ്രങ്ങളിൽ ഇടതുമുന്നണിയുടെ പ്രതിഷേധ മാർച്ചുകളുണ്ട്. തിരുവനന്തപുരത്ത് രക്തസാക്ഷി മണ്ഡപത്തിൽ നിന്ന് സെക്രട്ടേറിയറ്റിലേക്കാണ് മാർച്ച്. അങ്ങനെ എല്ലാ സ്ഥലങ്ങളിലും മാർച്ചുണ്ട്. വരും ദിവസങ്ങളിലും ഇത്തരം നീക്കങ്ങൾ CPM ശക്തമാക്കും. ഇന്ന് പിണറായി വിജയൻ രാവിലെ AK സെന്ററിലുണ്ടായിരുന്നു. MV ഗോവിന്ദനടക്കമുള്ള നേതാക്കളുമായി കൂടിക്കാഴ്ച നടത്തി. ആ കൂടിക്കാഴ്ചയിലൊക്കെ ഇതിന് തുറ നീക്കങ്ങൾ ഒരുപക്ഷെ ചർച്ച ചെയ്തേക്കാം. ഇനി എന്തൊക്കെ സംഭവിക്കാൻ പോകുന്ന ആശങ്ക സ്വാഭാവികമായും പങ്കുവച്ചേക്കാം. അതെങ്ങനെയൊക്കെ പ്രതിരോധിക്കാം, എങ്ങനെയൊക്കെ രാഷ്ട്രീയമായി നേരിടാം, ആരുടെയൊക്കെ പിന്തുണ ഉറപ്പാക്കാം. രാജ്യവ്യാപകമായി തന്നെ അതിൻ്റെ പേരിൽ ചില പ്രക്ഷോഭങ്ങൾ അല്ലെങ്കിൽ ED വിരുദ്ധ നീക്കങ്ങളൊക്കെ ഉണ്ടാകാം. കോൺഗ്രസിനും ഒരു ഘട്ടം കഴിഞ്ഞാൽ അതിൽ നിന്ന് മാറി നിൽക്കാൻ പറ്റുമെന്ന് CPM കരുതുന്നില്ല. കാരണം അവരുടെ നേതാക്കളും സോണിയാഗാന്ധിയും രാഹുൽ ഗാന്ധിയും അടക്കമുള്ള നേതാക്കളും ED അന്വേഷണ നേരിലുള്ളവരാണ്. മറ്റ് സംസ്ഥാനങ്ങളിൽ അത് DK ശിവകുമാർ ഉൾപ്പെടെ നേതാക്കൾ പലപ്പോഴും ഈ കേന്ദ്ര ഏജൻസികളുടെ അന്വേഷണത്തിൻ്റെ ഭാഗമായി നിയമ നടപടികൾ നേരിട്ടവരാണ്. അങ്ങനെ മറ്റു സംസ്ഥാനങ്ങളിലെ കോൺഗ്രസ് നേതാക്കൾക്കും സമാനമായ പ്രശ്നമുണ്ട്. അതുകൊണ്ട് കോൺഗ്രസ് ഇവിടെ ഒരു എടുത്തിയാട്ട നിലപാട് ഇവിടെ സ്വീകരിക്കുന്നില്ല. പിണറായിക്കെതിരായ റെയ്ഡിനെ അവർ ആ ഒരു വലിയ ഒരു പിന്തുണയോടുകൂടി അല്ലെങ്കിൽ വലിയൊരു ആവേശത്തോടു കൂടി ഏറ്റെടുക്കുന്നില്ല. അവർക്കും ആശങ്കകളുണ്ട്. പ്രത്യേകിച്ചും ഈ മാസപ്പടി ഡയറിയിലെ വിവരങ്ങളിലേക്ക് പോയാൽ എന്ത് സംഭവിക്കുമെന്ന ആശങ്ക കോൺഗ്രസിനുമുണ്ട്. അങ്ങനെ രണ്ട് മുന്നണികളെയും ഒരുപോലെ പ്രതിരോധത്തിലാക്കുന്ന നീക്കമാണ് ED നടത്തിയിരിക്കുന്നത്. അതിന് സ്വാഭാവിക രാഷ്ട്രീയ നേട്ടമുണ്ടാക്കാൻ പോകുന്ന BJPയാണ്. BJP ഇപ്പോൾ തന്നെ ഈ രണ്ട് മുന്നണികൾക്കും അതിന് രംഗത്ത് വന്നിട്ടുണ്ട്. കോൺഗ്രസ് BJP ബന്ധം CPM ആരോപിക്കുമ്പോൾ കോൺഗ്രസും CPMും ഒരേ തൂവൽ പക്ഷികളാണ്. രണ്ടുപേർക്കും ഇത്തരത്തിൽ ആശങ്കപ്പെടാനുണ്ടെന്ന പ്രചരണവുമായി BJPയും കളം പിടിക്കാൻ ശ്രമിക്കുകയാണ്. റൈറ്റ്, വിവരൻ സൂചിപ്പിച്ചതുപോലെ ഏറ്റവും കൂടുതൽ പ്രതിരോധത്തിലേക്ക് പോവുക അത് കോൺഗ്രസും രണ്ട് മുന്നണികളുമാണ്. BJPയാണ് അതിൽ നേട്ടമുണ്ടാക്കാൻ പോകുന്നത്. അതിൽ ഇന്നലെ വളരെ വലിയ തോതിൽ CPM ഉന്നയിച്ച പ്രധാനപ്പെട്ട കാര്യം കോൺഗ്രസ് BJP ഡീൽ എന്നുള്ളതാണ്. പക്ഷേ ഈ പറയുന്ന VD സതീശൻ മന്ത്രിസഭയിലെ രണ്ട് മന്ത്രിമാരിലേക്ക് ഉൾപ്പെടെ പേരുകൾ ആ ഡയറിയിലുണ്ട് എന്നുള്ളതും അന്വേഷണം അത്തരത്തിലേക്ക് എത്തുകയും ചെയ്താൽ എങ്ങനെയാണ് അതിനുള്ള മറുപടി നൽകുക എന്നുള്ളതൊക്കെ കാത്തിട്ടും തന്നെ കാണും. CMRLുമായുള്ള എക്സാലോജിക്കിന്റെ സാമ്പത്തിക ഇടപാടിൽ നടപടികൾ വേഗത്തിലാക്കാനൊരുങ്ങി ED. അന്വേഷണ സംഘം പിടിച്ചെടുത്ത വീണയുടെ മൊബൈൽ ഫോൺ ശാസ്ത്രീയ പരിശോധനയ്ക്ക് അയക്കും. മൊഴിയും പിടിച്ചെടുത്ത രേഖകളും വിശദമായി പരിശോധിച്ച ശേഷം വീണയ്ക്ക് ചോദ്യം ചെയ്യലിന് ഹാജരാകാനുള്ള സമൻസ് നൽകാനാണ് തീരുമാനം. വീണയുടെ HDFC ബാങ്കിലെ 1.5 ലക്ഷത്തിന്റെ അക്കൗണ്ട് ഉൾപ്പെടെ 3 അക്കൗണ്ടുകളാണ് മരവിപ്പിച്ചിരിക്കുന്നത്. റെയ്ഡിന് പിന്നാലെ പ്രതികളുടെ 18.36 കോടിയുടെ 242 ബാങ്ക് അക്കൗണ്ടുകളും ED മരവിപ്പിച്ചു. നവമി ദിനേശ് കൂടുതൽ വിവരങ്ങൾ നൽകും കൊച്ചിയിൽ നിന്ന്. നവമി, ഈ CMRLന്റെ ഈ ഇടപാടിൽ എക്സാലോജിക്കിൻ്റെ സാമ്പത്തിക ഇടപാടിൽ എന്തൊക്കെ തരത്തിലാണ് അന്വേഷണം വ്യാപിപ്പിക്കുന്നത് ED? എൽദോ, ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഈ ഇന്നലെ ഉണ്ടായ അക്രമമടക്കം വീണ വിജയന് ഈ കേസിൽ അത് തിരിച്ചടിയാകുമെന്ന് തന്നെയാണ് വിലയിരുത്തൽ. അതിന് കാരണം ED ഉദ്യോഗസ്ഥരുടെ സ്വാഭാവികമായൊരു നടപടി നമുക്കറിയാം. അവർ ആദ്യം ഇപ്പോൾ ഈ പരാതി ലഭിച്ചു കഴിഞ്ഞാൽ അവരുടേതായിട്ടുള്ളൊരു പരിശോധനയുണ്ടാകും. ഇതുമായി ബന്ധപ്പെട്ട തെളിവുകൾ ശേഖരിക്കുക എന്നതാണ് അന്വേഷണ സംഘത്തിൻ്റെ ആദ്യഘട്ട നടപടി. അതിൻ്റെ ഭാഗമായിട്ടുള്ളൊരു റെയ്ഡായിട്ടാണ് ഇന്നലെ 12 ഇടങ്ങളിൽ കണ്ടത്. പക്ഷേ അതിനിടയിൽ ആ റെയ്ഡ് നടത്തിയതിന് ശേഷം അല്ലെങ്കിൽ അവർ ശേഖരിക്കുന്ന തെളിവുകൾ പിന്നീട് അവർ വിശദമായി പരിശോധിച്ച ശേഷമായിരിക്കും ഈ പ്രതിയെ വിളിച്ചു വരുത്തി ചോദ്യം ചെയ്യുന്ന ഘട്ടത്തിലേക്കൊക്കെ കടക്കുകയുള്ളൂ. ആ ഒരു സ്വാഭാവിക നടപടിയിലൂടെ കടന്നു പോകുന്ന ED ഉദ്യോഗസ്ഥരെ അതിക്രമിക്കുക അല്ലെങ്കിൽ അവർക്കെതിരെ അക്രമം അഴിച്ചുവിടുക എന്ന് പറയുന്നത് അത് അതീവ ഗുരുതരമായി തന്നെയാണ് കേന്ദ്രവും എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റും കണക്കാക്കുന്നത്. ഇനിയിപ്പോൾ ചോദ്യം ചെയ്യലിനെതിരെ ഹൈക്കോടതിയെ അല്ലെങ്കിൽ മറ്റ് കോടതികളെയൊക്കെ സമീപിക്കാനുള്ള സാധ്യത വീണ വിജയന്റെ ഭാഗത്തു നിന്നുമുണ്ടാകും. അങ്ങനെയാണെങ്കിൽ അതിനെ ശക്തിയുക്തം എതിർക്കാൻ തന്നെയാണ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റും തീരുമാനിച്ചിരിക്കുന്നത്. കാരണം ഇത് കോടതിയിലേക്ക് അത്തരത്തിലൊരു ഹർജിയുമായി പോയി കഴിഞ്ഞാൽ തങ്ങൾക്കെതിരെയുള്ള അതിക്രമം ഉൾപ്പെടെ ചൂണ്ടിക്കാട്ടിക്കൊണ്ട് വീണയുടെ ഈ ഒരു ആവശ്യത്തിനെ തള്ളാനാണ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് തീരുമാനിച്ചിരിക്കുന്നത്.
അതോടൊപ്പം ഇന്നലെ ചോദ്യം ചെയ്യലിൽ നിന്നും വീണയുടെ ഫോൺ പിടിച്ചെടുത്ത ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. ഒരു പേഴ്സണൽ ഫോണാണ് പിടിച്ചെടുത്തിരിക്കുന്നത്. അതിന് വിശദമായി പരിശോധിക്കേണ്ടതുണ്ട്. അതിൽ ഏതെങ്കിലും തരത്തിലുള്ള ചാറ്റുകൾ അല്ലെങ്കിൽ ഇതുമായി ബന്ധപ്പെട്ട തെളിവുകൾ ഉണ്ടാകുമെന്ന പ്രതീക്ഷയിലാണ് ED വൃത്തങ്ങൾ നിൽക്കുന്നത്. അത് തുറന്നു പരിശോധിക്കണമെങ്കിൽ സ്വാഭാവികമായും വീണയുടെ സാന്നിധ്യത്തിൽ മാത്രമേ സാധിക്കുകയുള്ളൂ. അങ്ങനെയാണെങ്കിൽ എത്രയും വേഗം വീണയെ ചോദ്യം ചെയ്യുന്നതിനു വേണ്ടി സമൻസ് അയക്കാനാണ് ED ഉദ്യോഗസ്ഥർ തീരുമാനിച്ചിരിക്കുന്നത്. എന്തായാലും ഉടനെ തന്നെ വീണ വിജയനെ ചോദ്യം ചെയ്യും എന്ന് തന്നെയാണ് ED വൃത്തങ്ങൾ അറിയിക്കുന്നത്. അതോടൊപ്പം തന്നെ ഇതിൽ ചാറ്റുകൾ ഡിലീറ്റ് ചെയ്യുകയോ അല്ലെങ്കിൽ തെളിവുകൾ നശിപ്പിക്കുകയോ എന്ന സാഹചര്യം ഉണ്ടെങ്കിൽ അത് വീണ്ടെടുക്കുന്നതിന് വേണ്ടി ഫോൺ ശാസ്ത്രീയ പരിശോധനയ്ക്ക് അയക്കേണ്ടതുണ്ട്. അതിനാൽ കോടതിയിൽ ഹാജരാക്കും എന്നുകൂടിയാണ് അറിയാൻ സാധിക്കുന്നത്. CMRL MD ആയിട്ടുള്ള ശശിധരൻ കർത്തയെ ചോദ്യം ചെയ്യാൻ കഴിഞ്ഞ 2 തവണ 2022 അന്വേഷണത്തിനെ തുടർന്ന് ചോദ്യം ചെയ്യാൻ 2 തവണ വിളിപ്പിച്ചെങ്കിലും അദ്ദേഹം ആരോഗ്യ പ്രശ്നങ്ങൾ ചൂണ്ടിക്കാട്ടിക്കൊണ്ട് ഹാജരാകാതിരിക്കുകയും മേൽക്കോടതികളെയൊക്കെ സമീപിക്കുന്ന സാഹചര്യമുണ്ടായി. പക്ഷേ ഇനിയിപ്പോൾ കോടതിയിൽ പോലും ഒരു അന്വേഷണം നടക്കട്ടെ എന്ന് പറഞ്ഞിരിക്കുന്ന സാഹചര്യത്തിൽ ശശിധരൻ കർത്തയ്ക്കും ചോദ്യം ചെയ്യലിന് ഹാജരായേ മതിയാകൂ. ഇന്നലെ നടത്തിയ പരിശോധനയിൽ നിന്നും കിട്ടിയ തെളിവുകളും ഇരുവരെയും ചോദ്യം ചെയ്യുക, വീണയും ഇരുത്തി ചോദ്യം ചെയ്യുക എന്നൊരു ഘട്ടത്തിലേക്ക് തന്നെയാണ് ED കടക്കുന്നത്. ഇനി അറിയേണ്ടത് എന്നായിരിക്കും ED ഉദ്യോഗസ്ഥർ വീണയെ ചോദ്യം ചെയ്യുന്നതിന് വേണ്ടി നോട്ടീസ് അയപ്പിക്കുക, സമൻസ് അയച്ച് വിളിപ്പിക്കുക എന്നത് മാത്രമാണ്. ഇന്നലെ പിടിച്ചെടുത്ത രേഖകൾ ഫോൺ ഉണ്ട്, മാത്രമല്ല മറ്റു ചില രേഖകളും ED പിടിച്ചെടുത്തിട്ടുണ്ടല്ലോ. നവമി, എന്തെങ്കിലും തരത്തിലുള്ള സൂചനകൾ ലഭ്യമാകുന്ന തരത്തിലുള്ള രേഖകളുണ്ടോ? ED വൃത്തങ്ങൾ എന്തെങ്കിലും പറയുന്നുണ്ടോ? അവർക്ക് സംശയകരമായി തോന്നിയ കാര്യങ്ങൾ അത് പരിശോധനയ്ക്കായി കൊണ്ടുപോവുകയായിരുന്നു. ED ഉദ്യോഗസ്ഥരുടെ പത്രക്കുറിപ്പിൽ പറയുന്നത് 3 അക്കൗണ്ടുകൾ ഫ്രീസ് ചെയ്തിട്ടുണ്ട്. HDFC ബാങ്കിലെ ഉൾപ്പെടെ 3 അക്കൗണ്ടുകളാണ് വീണയുടേതായിട്ടുള്ളത് മരവിപ്പിച്ചിരിക്കുന്നത്. അതോടൊപ്പം തന്നെ വീണയുടെ വീട്ടിൽ നടത്തിയ പരിശോധനയിൽ നിന്നും ചില ബാങ്ക് വിവരങ്ങളും മറ്റനുബന്ധ റെസിപ്റ്റുകളും ഒക്കെ കിട്ടിയെന്ന്. പക്ഷേ അതെന്താണ്, അത് ഈ സാമ്പത്തിക ഇടപാടുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ കള്ളപ്പണം വെളുപ്പിക്കലിലേക്ക് നയിക്കുന്ന തരത്തിലുള്ള തെളിവുകളാണോ EDക്ക് ലഭിച്ചതെന്ന് അവർ പുറത്തു വിട്ടിട്ടില്ല. എന്തായാലും വരും ദിവസങ്ങളിലൊക്കെ അതിനെക്കുറിച്ച് കൂടുതൽ വ്യക്തത വരും. നിലവിൽ ED ഉദ്യോഗസ്ഥർ പറയുന്നത് പ്രകാരം ചില തെളിവുകൾ, ചില ബാങ്കുമായി ബന്ധപ്പെട്ട ഈ ട്രാൻസാക്ഷൻ നടത്തിയതുമായി ബന്ധപ്പെട്ട അക്കൗണ്ടിന്റെ ചില വിവരങ്ങൾ, ഇത് മാത്രമാണ് പിടിച്ചെടുക്കാൻ സാധിച്ചിട്ടുള്ളത്. അതിലെന്താണുള്ളതെന്ന് നമുക്ക് വ്യക്തമായിട്ടില്ല. ഏതായാലും ED ഉദ്യോഗസ്ഥർ അതിൽ ഒരു കൃത്യത നൽകും, അല്ലെങ്കിൽ കോടതിയിൽ സമർപ്പിക്കുമ്പോൾ മനസ്സിലാകും. പിന്നീടുള്ളത് ശശിധരൻ കർത്തയുടെ വീട്ടിൽ നിന്നും ഓഫീസിൽ നിന്നും എന്തൊക്കെ കണ്ടെത്താൻ സാധിച്ചു എന്നുള്ളതാണ്. നിലവിൽ അതുമായി ബന്ധപ്പെട്ട വിവരങ്ങളൊന്നും തന്നെ പുറത്തുവിടാൻ ED ഉദ്യോഗസ്ഥർ തയ്യാറായിട്ടുമില്ല. ശശിധരൻ കർത്ത ആശുപത്രിയിലാണ്, അദ്ദേഹം വീട്ടിലുണ്ടായിരുന്നില്ല. മകൻ ശരണസ് കർത്തയെയാണ് ഇന്നലെ ചോദ്യം ചെയ്ത് അദ്ദേഹത്തിൽ നിന്നും വിശദമായ മൊഴിയെടുത്തു. പക്ഷേ തനിക്ക് ഈ ഒരു സാമ്പത്തിക ഇടപാടുമായി ബന്ധപ്പെട്ട് മറ്റു കാര്യങ്ങളൊന്നും അറിയില്ല എന്നാണ് ശരൺ മൊഴി നൽകിയതെന്നാണ് കരുതുന്നത്. അങ്ങനെയാണ് വിവരങ്ങൾ ലഭിക്കുന്നത്. നേരത്തെ CMRലെ ചില ജീവനക്കാരെ ചോദ്യം ചെയ്തിരുന്നു. അവർക്ക് ഈ ഒരു വീണയുടെ കമ്പനിയുമായിട്ടുള്ള എന്ത് സേവനമാണ് നൽകുന്നത്, അല്ലെങ്കിൽ വീണയുടെ കമ്പനിയുമായി എങ്ങനെയാണ് ഇവർ ബന്ധിക്കുന്നത് എന്ന തരത്തിലുള്ള ചോദ്യങ്ങളൊക്കെ ഉന്നയിച്ചെങ്കിൽ പോലും ജീവനക്കാരും പറയുന്നത് അതുമായി ബന്ധപ്പെട്ട് തങ്ങൾക്ക് വിവരമില്ല. MDയിലൂടെയാണ് അല്ലെങ്കിൽ MD ആണ് അക്കാര്യങ്ങളെല്ലാം കൈകാര്യം ചെയ്യുന്നതെന്ന മറുപടിയായിരുന്നു ജീവനക്കാരിൽ നിന്നും ലഭിക്കുന്നത്. എന്തായാലും ശശിധരൻ കർത്തയെ ചോദ്യം ചെയ്യുക എന്നത് തന്നെയായിരിക്കും അന്വേഷണ സംഘം അടുത്തതായി ലക്ഷ്യമിടുന്നത്. ശശിധരൻ കർത്തയിൽ നിന്ന് മാത്രമായിരിക്കും കൂടുതൽ വിവരങ്ങൾ ലഭ്യമാകുകയുള്ളൂ എന്ന് തന്നെയാണ് ED ഉദ്യോഗസ്ഥരും വിശ്വസിക്കുന്നത്. എന്തായാലും വീണ വിജയനെയും ശശിധരൻ കർത്തയെയും ഉടൻ തന്നെ ചോദ്യം ചെയ്യാൻ വിളിപ്പിക്കുമെന്ന് ഏറെക്കുറെ ഉറപ്പായിട്ടുണ്ട്. ഒരു കാര്യം കൂടി, അതായത് ഈ മാസപ്പടിയായി കിട്ടിയ തുകയുണ്ടല്ലോ, ആ തുക എവിടേക്ക് നിക്ഷേപിച്ചു എന്നോ അല്ലെങ്കിൽ ആ തുക എന്ത് ചെയ്തു എന്നോ എവിടെ വകമാറ്റിയെന്നോ അങ്ങനെ എന്തെങ്കിലും കണ്ടെത്താനുള്ള ഒരു ശ്രമമുണ്ട്? അത് കണ്ടെത്താൻ സാധിക്കുന്നുണ്ടോ EDക്ക്? നിലവിൽ ആ ഒരു അന്വേഷണത്തിലേക്കും ED കടന്നിട്ടുണ്ട്. കാരണം ആദ്യത്തെ ചോദ്യം ഇതെന്ത് സേവനമാണ് ഈ സ്ഥാപനങ്ങൾ തമ്മിൽ ചെയ്തതെന്നാണ്. ഇത്രയും വലിയ തുക വീണയുടെ പേഴ്സണൽ അക്കൗണ്ടിലേക്കും ഒപ്പം കമ്പനിയുടെ അക്കൗണ്ടിലേക്കുമൊക്കെ കൈമാറണമെങ്കിൽ എന്ത് സേവനമാണ് എക്സാലോജിക് എന്ന കമ്പനി CMRൽ നൽകിയത് എന്ന സ്വാഭാവികമായ ചോദ്യം
ED ഉദ്യോഗസ്ഥരുടെ ഭാഗത്തു നിന്നുമുണ്ട്. അപ്പോൾ അത്തരത്തിൽ പ്രത്യക്ഷത്തിൽ ഒരു സേവനം നൽകിയതായി കണ്ടെത്താനും കഴിഞ്ഞിട്ടില്ല. അങ്ങനെയാണെങ്കിൽ ഇതിലൂടെ ലക്ഷ്യമിടുന്നത് ഒരു കള്ളപ്പണം വെളുപ്പിക്കലാണോ എന്നൊരു നിഗമനത്തിലാണ് ഇപ്പോൾ ED ഉദ്യോഗസ്ഥർ എത്തി നിൽക്കുന്നത്. അതുമായി ബന്ധപ്പെട്ട തെളിവുകളാണ് ഇപ്പോൾ ശേഖരിച്ചു വരുന്നത്. എന്തായാലും ഇതുവരെയും എന്തൊക്കെ തെളിവുകൾ ശേഖരിച്ചു, എന്തൊക്കെ തെളിവുകൾ കിട്ടി, വീണയുടെ വീട്ടിൽ നിന്ന് പിടിച്ചെടുത്ത തെളിവുകളും ഈ എക്സാലോജി CMRL കമ്പനിയുമായി ബന്ധിപ്പിക്കുന്ന തരത്തിലുണ്ടോ എന്നതൊക്കെ ഇനിയും വരും ദിവസങ്ങളിൽ അറിയാൻ സാധിക്കും. ED അതുമായി അങ്ങനെ അത്തരത്തിലുള്ള എന്ത് തെളിവാണ് ശേഖരിച്ചതെന്നതിൽ കൃത്യമായിട്ടുള്ള ഒരു ഉത്തരം നൽകുന്നതുമില്ല. പകരം വീണയെ ഇപ്പോൾ ശേഖരിച്ച വിവരങ്ങൾ പരിശോധിച്ച ശേഷം, അല്ലെങ്കിൽ ആ തെളിവുകൾ പരിശോധിച്ച ശേഷം വീണയെയും വിളിച്ചു വരുത്തി ചോദ്യം ചെയ്യുക, അത് തമ്മിൽ താരതമ്യം ചെയ്ത് വീണയിൽ നിന്ന് തന്നെ കൂടുതൽ വിശദാംശങ്ങൾ ശേഖരിക്കുക എന്നതാണ് ED ഉദ്യോഗസ്ഥർ ലക്ഷ്യമിടുന്നതും. എന്തായാലും ഇതൊരു രാഷ്ട്രീയ ആയുധമായി, മറ്റൊരു തരത്തിലേക്ക് ഒരു രാഷ്ട്രീയ ആയുധമായി ഉപയോഗിക്കുകയാണ് പ്രതിപക്ഷം. പ്രത്യേകിച്ച് VD സതീശന്റെ മൗനവുമൊക്കെ ഇങ്ങനെ തുടരുന്ന സാഹചര്യത്തിൽ ഇതൊരു ഡീലിന്റെ ഭാഗമായി എന്ന തരത്തിലൊക്കെ പ്രചാരണമൊക്കെ നിലനിൽക്കുന്നുണ്ട്. നിലവിൽ ഈ ഒരു അന്വേഷണവുമായി ബന്ധപ്പെട്ട് ഇനി അറിയേണ്ടത് എന്നായിരിക്കും വീണ വിജയനെ ചോദ്യം ചെയ്യാൻ വിളിപ്പിക്കുക എന്നതാണ്. ശശിധരൻ കർത്തയും വിളിപ്പിക്കും. അങ്ങനെയാണെങ്കിൽ ശേഖരിച്ച തെളിവുകൾക്ക് കൃത്യമായിട്ടുള്ള ഉത്തരം നൽകിയേ മതിയാകൂ ഇവർ രണ്ടുപേർക്കും. റൈറ്റ്, നവമി ദിനേശാണ് വിവരങ്ങൾ വിശദം നൽകിയത്. എന്തായാലും വീണ വിജയൻ്റെ എക്സാലോജിക്കിൻ്റെ കാര്യങ്ങളിൽ വിശദമായിട്ടുള്ള അന്വേഷണം നടക്കുന്നുണ്ട്. അതിൽ മാസപ്പടി ലഭിച്ചു എന്ന് പറയുന്ന തുക അതെങ്ങോട്ട് പോയി എന്നുള്ള തരത്തിലുള്ള അന്വേഷണം പോലും നടന്നു തുടങ്ങിയിട്ടുണ്ട് എന്നാണ് വ്യക്തമാകുന്നത്. നവമിയാണ് കൊച്ചിയിൽ നിന്നും ചേർന്നത്. ED ഉദ്യോഗസ്ഥരെത്തിയ വാഹനം ആക്രമിച്ച സംഭവത്തിൽ ഡ്രൈവർമാർക്ക് നഷ്ടപരിഹാരം നൽകുമെന്ന് സൂചന നൽകി CPM. തൊഴിലാളിയുടെ ഉപജീവനമാർഗം ആക്രമിക്കപ്പെട്ടു എന്നതിൽ ഖേദമുണ്ട്. ആ നഷ്ടം പരിഹരിക്കുന്നതിൽ പാർട്ടിക്ക് ധാർമ്മികതയുണ്ട് എന്നും CPM തിരുവനന്തപുരം ജില്ലാ സെക്രട്ടറി A. റഹീം പ്രതികരിച്ചു. ആശങ്ക നീക്കാനുള്ള കാര്യങ്ങൾ പാർട്ടിയുടെ ഭാഗത്തു നിന്നും ഉണ്ടാകും എന്ന് ജില്ലാ സെക്രട്ടറി പറയുന്നു. EDയുടെ രാഷ്ട്രീയ വേട്ടയിൽ പ്രതിഷേധിക്കുന്നതിന് വേണ്ടി അവിടെ ഒരുമിച്ച് കൂടിയത് നൂറുകണക്കിന് CPIM പ്രവർത്തകരും അനുഭാവികളും ഒക്കെയാണ്. ED ഉദ്യോഗസ്ഥരെയും വഹിച്ചു വന്ന വാഹനങ്ങൾക്കു നേരെ പ്രവർത്തകരുടെ രോഷം അണപൊട്ടി ഒഴുകി. അപ്പോൾ ആ സംഭവത്തിൽ ഒരു ടാക്സി കാർ, അയാളൊരു തൊഴിലാളിയാണല്ലോ, ഒരു സാധാരണ തൊഴിലാളി, ആ കാർ ഉപയോഗിച്ച് ഉപജീവനമാർഗം നടത്തുന്നയാളാണ്. അപ്പോൾ ഈ വലിയ പ്രതിഷേധത്തിനും രോഷത്തിനുമിടയിലെ ആൾക്കൂട്ടത്തിനിടയിൽപ്പെട്ടു പോയ ആ കാറിന് നല്ല കേടുപാടുകൾ പറ്റി. വലിയ നിലയിലാണ് ആ കാറിന് കേടുപാടുകൾ പറ്റിയത്. അയാൾക്കും പരിക്കേൽക്കുന്ന നിലയുണ്ടായി. അപ്പോൾ ഒരു തൊഴിലാളി എന്ന നിലയിൽ ആ തൊഴിലാളിയുടെ ഉപജീവന മാർഗം ആക്രമിക്കപ്പെട്ടു എന്നുള്ളതിൽ CPIM എന്നൊരു പാർട്ടിക്ക് അതിൻ്റെതായ ഒരു ധാർമ്മികതയുണ്ട് എന്ന് ഞങ്ങൾ തിരിച്ചറിയുന്നു. അതിന്റെ ഭാഗമായി ഇന്ന് രാവിലെ തന്നെ അദ്ദേഹത്തെ, CPIMന്റെ പ്രമുഖരായ നേതാക്കൾ അദ്ദേഹത്തെ വിളിച്ചു. അദ്ദേഹത്തിന്റെ ആശങ്കകൾ പരിഹരിക്കുന്നതിനുള്ള ഇടപെടലുകൾ ഞങ്ങളുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകുമെന്ന് അറിയിക്കുകയും ചെയ്തിട്ടുണ്ട്. ഉപജീവന മാർഗമാണല്ലോ. കേസ് അതിന്റെ വഴിക്ക് നീങ്ങുമെന്നും യൂണിയനുമായി ബന്ധപ്പെട്ട് കാര്യങ്ങൾ പരിശോധിക്കുമെന്നും കടകംപള്ളി സുരേന്ദ്രൻ പറഞ്ഞു. സാരംഗ് സുധാകരൻ ചേർന്നു വിവരങ്ങളുമായി. സാരംഗ്, സംഭവിച്ച് പോയി, ഇനി എങ്ങനെ അതിൽ പരിഹാരം തേടാമെന്നുള്ള ശ്രമമാണോ, അല്ലെങ്കിൽ ചെയ്ത തെറ്റിന് പരിഹാരം കാണാനുള്ള നീക്കത്തിലാണോ CPM ജില്ലാ നേതൃത്വം? എൽദോ, തീർച്ചയായും. കാരണം കഴിഞ്ഞ ദിവസം ഉണ്ടായ ആക്രമണത്തിൽ പാർട്ടി വലിയ രീതിയിൽ പ്രതിരോധത്തിലായിരുന്നു. കാരണം ED ഔദ്യോഗിക വാഹനത്തിലല്ല പിണറായി വിജയൻ പ്രതിപക്ഷ നേതാവിന്റെ വീട്ടിലേക്ക് എത്തിയതും റെയ്ഡ് നടത്തിയതടക്കം. പക്ഷേ അതിനുശേഷം പുറത്തേക്കിറങ്ങിയ ഉദ്യോഗസ്ഥരെ ആക്രമിക്കാൻ വേണ്ടി ഇവിടെ നിന്നും, തിരുവനന്തപുരത്ത് നിന്നും ഉപയോഗിച്ച ടാക്സി വാഹനമായിരുന്നു വീണ്ടും അവർ പ്രവർത്തകർ ആക്രമിക്കുകയും അത് നശിപ്പിക്കുകയും ചെയ്തത്. അത് വലിയ രീതിയിലുള്ള നാശനഷ്ടത്തിന് കാരണമാവുകയും ചെയ്യും. 4 ഭാഗത്തും ഉള്ള ഗ്ലാസുകൾ അടിച്ചു പൊട്ടിച്ചിരുന്നു ഒരു വാഹനത്തിന്റെ. 2 വാഹനത്തിനും കാര്യമായിട്ടുള്ള കേടുപാടുകൾ സംഭവിച്ചിരുന്നു. മറ്റൊരു വാഹനത്തിന് ചെറിയ രീതിയിലുള്ള കേടുപാടുകൾ സംഭവിച്ചിരുന്നു. ഇത് വലിയ രീതിയിലുള്ള നഷ്ടം ഈ ടാക്സി വാഹന ഉടമയ്ക്ക് ഉണ്ടായി എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. അതിനൊപ്പം തന്നെ കഴിഞ്ഞ ദിവസം സമൂഹ മാധ്യമങ്ങളിലും മറ്റു മാധ്യമങ്ങളിലെല്ലാം ഈ ഒരു ടാക്സി ഡ്രൈവറുടെ പ്രതികരണത്തിൽ തന്നെ വ്യക്തമായിരുന്നു അദ്ദേഹത്തിന് നേരിടുന്ന പ്രശ്നം. അതായത് ഈ ഒരു വാഹനം കേസിൽപ്പെട്ട് കഴിയുമ്പോൾ അത് എത്രത്തോളം ബുദ്ധിമുട്ടാണ്, ഇനി വരുന്ന ദിവസങ്ങളിലടക്കം കുടുംബം മുന്നോട്ട് പോകാനുള്ള ബുദ്ധിമുട്ട് അദ്ദേഹം പ്രതികരണത്തിലൂടെ അറിയിക്കുകയും ചെയ്തിരുന്നു. ഇത്തരത്തിലാണ്
ജില്ലാ നേതൃത്വം തന്നെ ഈ വിഷയത്തിൽ ഇടപെടാനുള്ള ഒരു നീക്കം ആരംഭിച്ചത്. നഷ്ടപരിഹാരം നൽകും എന്നൊരു ഉറപ്പ് അല്ലെങ്കിൽ അത്തരത്തിലൊരു വാക്കിലേക്ക് കടന്നില്ലെങ്കിൽ പോലും ആ ബുദ്ധിമുട്ടിന് ഒരു പരിഹാരം ഉണ്ടാക്കും എന്ന് തന്നെയാണ് പറഞ്ഞത്. ഒരു ടാക്സി ഡ്രൈവർ മാത്രമാണ് ഇപ്പോൾ നേതൃത്വവുമായി സംസാരിച്ചതെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. മറ്റ് 2 ഡ്രൈവർമാരുമുണ്ട്. അവരുമായും പാർട്ടി നേതൃത്വം സംസാരിക്കുമെന്ന് തന്നെയാണ് മനസ്സിലാക്കുന്നത്. എന്തുതന്നെയായാലും ഇതിലൊരു പരിഹാരം ഉണ്ടാക്കണം, അല്ലെങ്കിൽ അത് പാർട്ടിയുടെ പ്രതിച്ഛായത്തിനെ ബാധിക്കുമെന്ന തരത്തിലുള്ള ഒരു തിരിച്ചറിവിന്റെ പുറത്താണ്. കാരണം ആക്രമിക്കാൻ ഉദ്ദേശിച്ചത് ED ഉദ്യോഗസ്ഥരെയാണെങ്കിലും അത് ഫലത്തിൽ നഷ്ടം വന്നിരിക്കുന്നത് സാധാരണക്കാരനായിട്ടുള്ള തൊഴിലാളിക്കാണ്. അത് വലിയ രീതിയിലുള്ള കോട്ടം ഈ ഒരു EDക്കെതിരെയുള്ള ഒരു സമരത്തിലും അല്ലെങ്കിൽ പ്രതിഷേധത്തിലും ഉണ്ടായി എന്ന കാര്യത്തിൽ ഒരു തിരിച്ചറിവ് ഉണ്ടായിട്ടുണ്ട്. അതിന്റെ ഭാഗമായാണ് ഇത് നീക്കം. നഷ്ടപരിഹാരത്തിന്റെ കാര്യത്തിൽ ഒരു വ്യക്തതയില്ലെങ്കിൽ പോലും ഒരു പരിഹാരം ഉണ്ടാകുമെന്ന കാര്യത്തിൽ തീർച്ചയാണ്. പക്ഷേ കേസുമായി ബന്ധപ്പെട്ട് യാതൊരുവിധ ഇടപെടലും ഉണ്ടാകില്ല. അദ്ദേഹത്തിന് ഉപജീവന മാർഗത്തിൽ തടസ്സം വന്നത് അതിലൊരു പരിഹാരം ഉണ്ടാകുമെന്ന് മാത്രമാണ് പാർട്ടി അറിയിച്ചിരിക്കുന്നത്. എല്ലാം റൈറ്റ്. സാരംഗ് സൂചിപ്പിച്ച പോലെ തൊഴിലാളിയുടെ ഉപജീവന മാർഗം അതിൽ എങ്ങനെ പരിഹരിക്കാം, അതിലെങ്ങനെ പ്രതിസന്ധികളെ മറികടക്കാം എന്നുള്ള ഒരു ശ്രമം പാർട്ടിയുടെ ഭാഗത്തുണ്ടാകുമെന്നുള്ളതാണ്. ആ ധാർമ്മികതയുടെ പേരിൽ കാര്യങ്ങൾ ചെയ്യുമെന്നുള്ളതാണ് CPM ജില്ലാ സെക്രട്ടറി നൽകുന്ന ഉറപ്പ്. പക്ഷേ നഷ്ടപരിഹാരം നൽകുമെന്നോ അല്ലെങ്കിൽ അത്തരമൊരു വാക്കുകളിലോ ഉറപ്പ് നൽകാൻ ശ്രമിച്ചിട്ടില്ല എന്നുള്ളതും ശ്രദ്ധേയമാണ്. അപ്പോൾ കണ്ടു തന്നെ അറിയണം എന്തൊക്കെയാണ് CPMന്റെ ജില്ലാ നേതൃത്വം ആ ഡ്രൈവർമാർക്ക് എങ്ങനെയാണ് കാര്യങ്ങൾ ഡീൽ ചെയ്യാൻ പോകുന്നത് എന്ന്. ഇടവേള. കാസർഗോഡ് ആദൂരിൽ ഭർതൃവീട്ടിൽ യുവതിയെ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തി. ബെള്ളൂർ പള്ളപ്പാടിയിൽ സൈനുദ്ദീന്റെ ഭാര്യ സെറീനയാണ് മരിച്ചത്. ഭർതൃവീട്ടുകാരുടെ നിരന്തര പീഡനമാണ് ഈ യുവതി ജീവനെടുക്കാൻ കാരണമെന്നാണ് ബന്ധുക്കളുടെ ആരോപണം. ഇതൊരു കൊലയാണ് സർ. ഇത് കൊന്നതാണ്, എല്ലാ ആൾക്കാർ വീട്ടിൽ കൊന്നതാണ് എന്ന് പറഞ്ഞാൽ ഒരുപാട് പ്രശ്നം ഉണ്ടായപ്പോൾ കുറച്ച് 4 കൊല്ലമായി. 22/5/2022 കല്യാണം കഴിച്ചു കൊടുത്തത്. കുഞ്ഞായിട്ടില്ല, ഒന്നാമത് കുഞ്ഞായിട്ടില്ല. എനിക്ക് ഭയങ്കര വയസ്സായതുകൊണ്ട് തന്നെ എനിക്ക് കുഞ്ഞാവത്തത്. അപ്പോൾ കുഞ്ഞാവത്തത് എന്റെ പ്രശ്നമല്ല, ഇത് അയാളെ ഭർത്താവിന്റെ പ്രശ്നം ആർക്കറിയാലല്ലേ. പ്രശ്നം ഇതിന്റെ റിപ്പോർട്ടിൽ ഇതാക്കിയിട്ട് ഡോക്ടർ ഇതാക്കിയിട്ട് പിന്നെ സർജറി ആക്കിയിട്ട് പിന്നെ പോകാൻ തന്നെ പ്രോബ്ലം. ആരാണ് പീഡിപ്പിക്കുന്ന ഉമ്മ, അവന്റെ ഉമ്മ, അവളെ അമ്മയമ്മ, ഭർത്താവിന്റെ ഉമ്മ. ഭർത്താവിന്റെ ഇടക്കിടക്ക് ഇങ്ങനെ കലമ്പാനുണ്ടായിരുന്നു. സംഭവത്തിൽ ആദൂർ പോലീസ് അസ്വാഭാവിക മരണത്തിന് കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. KV ബൈജു കാസർഗോഡ് നിന്നും ചേരുന്നുണ്ട് കൂടുതൽ വിവരങ്ങൾ നൽകാൻ. ബൈജു, ഈ ഭർതൃവീട്ടിലുള്ള ഇത്തരം സംഭവങ്ങൾ അത് ആവർത്തിക്കപ്പെടുന്നതിൽ അങ്ങേറ്റം സങ്കടമുണ്ടെങ്കിൽ പോലും ഈ കേസിൻ്റെ ഒരു സാഹചര്യം എന്താണ് ആ ബന്ധുക്കൾ പറയുന്നത്? വർഷങ്ങൾ മുമ്പ് വിവാഹം നടന്നതല്ലേ, ഇപ്പോഴും ആ പീഡനം ഇത്രയും നാളുകളായി തുടർന്നു എന്നാണോ? എൽദോ, വിവാഹം കഴിഞ്ഞ് 4 വർഷമായിട്ടും ഒരു കുഞ്ഞുണ്ടായില്ല എന്ന പേരിൽ നിരന്തര മാനസിക സമ്മർദ്ദത്തിനൊടുവിൽ ഒരു യുവതി ഇപ്പോൾ ജീവനൊടുക്കിയിരിക്കുന്നതെന്ന് അങ്ങേയറ്റം ദുഃഖകരമായ ഒരു വാർത്തയാണ് കാസർഗോഡ് ജില്ലയിൽ നിന്നും വരുന്നത്. ഇത് ആദൂർ പോലീസ് സ്റ്റേഷൻ പരിധിയിലെ വെള്ളൂരിലാണ് ഈ സംഭവം ഉണ്ടായത്. സൈനുദ്ദീന്റെ ഭാര്യ സറീന എന്ന് പറയുന്ന 27 വയസ്സുകാരിയാണ് ഇങ്ങനെ ജീവനൊടുക്കിയത്. അതായത് ഇന്നലെ വൈകിട്ടാണ് ഭർത്താവിന്റെ വീട്ടിന് സമീപമുള്ള ഒരു ഷെഡിൽ ഇങ്ങനെ തൂങ്ങിയ നിലയിൽ കാണുന്നത്. പിന്നീട് ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല. അതായത് ഇവരുടെ വിവാഹം 2022 മെയ് 29, അതായത് നാളേക്ക് ഇവരുടെ 4ാം വാർഷിക ആഘോഷം നടക്കുകയാണ് ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായത്. ഇവർ ബന്ധുക്കൾ, സഹോദരൻ ഉൾപ്പെടെ പറയുന്നത് ഇവരെ ഈ കുഞ്ഞുണ്ടാവാത്തതിന് നിരന്തരമായി ഇവരെ ഇത്തരത്തിൽ പീഡിപ്പിക്കുമായിരുന്നു. അതുകൊണ്ട് തന്നെ ഇവർ പലപ്പോഴും ഈ സഹോദരന്റെ പുത്തൂറുള്ള വീടുണ്ട്, ആ വീട്ടിലേക്ക് ഇവർ പോയി അവിടെ താമസിക്കുന്ന സാഹചര്യമൊക്കെ ഉണ്ടായിരുന്നു. പിന്നീട് ഇത് മധ്യസ്ഥ ചർച്ചകളൊക്കെ ആക്കി വീണ്ടും തിരിച്ചു വരുന്ന സാഹചര്യം. അങ്ങനെ ഏറ്റവും ഒടുവിൽ കഴിഞ്ഞ ആഴ്ചയാണ് ഇവർ ഈ സഹോദരന്റെ വീട്ടിൽ നിന്നും ഒരു മധ്യസ്ഥ ചർച്ചയാക്കിയതിനു ശേഷം ഭർത്താവിന്റെ വീട്ടിലേക്ക് വീണ്ടും തിരിച്ചു വരുന്നത്. പിന്നീടും ഇവർക്ക് വലിയ തോതിൽ ഈ ഒരു മാനസിക ശാരീരിക ഉപദ്രവം ഈ ഒരു വീട്ടിൽ നിന്ന് ഏൽക്കേണ്ടി വന്നു എന്നാണ് ഇവർ പരാതി പറയുന്നത്. അതിൽ ഈ ഭർത്താവിന്റെ മാതാവുമുണ്ട്, ഭർത്താവുമുണ്ട്, സൈനുദ്ദീൻ എന്ന് പറയുന്ന ഭർത്താവുമുണ്ട്. അങ്ങനെ വലിയ തോതിൽ ഇവരെ മാനസികമായും ശാരീരികമായും പീഡിപ്പിച്ചു. ഇതിനൊടുവിലാണ് ഈ 27 വയസ്സുകാരിയായ സെറീന ജീവനൊടുക്കുന്നത്. എന്തായാലും ഈ കേസിൽ ഇപ്പോൾ ആദൂർ പോലീസ് അസ്വാഭാവിക മരണത്തിന് കേസ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. പോലീസ് അന്വേഷണം നടക്കുന്നുണ്ട്. കുടുംബം പോലീസിൽ പരാതി നൽകിയിട്ടുണ്ട്. ഈ ഒരു
ആഴ്ച, അതായത് കഴിഞ്ഞ ഞായറാഴ്ചയാണ് സമാനമായ ഒരു സംഭവം ഉണ്ടായത്. ഒന്നാം വിവാഹ വാർഷികത്തിന്റെ തലേന്ന് ഫാത്തിമത്ത് സുബൈദ എന്ന് പറയുന്ന ഒരു 26 വയസ്സുകാരി ഇതേ രീതിയിൽ ഭർത്തൃ വീട്ടുകാരുടെ മാനസിക സമ്മർദ്ദം, അതുപോലെ തന്നെ സ്ത്രീധനം ചോദിച്ചുകൊണ്ടുള്ള വലിയ തോതിലുള്ള സമ്മർദ്ദം, അങ്ങനെ ജീവനൊടുക്കുന്ന സാഹചര്യം ഉണ്ടായത്. അങ്ങേയറ്റം ദുഃഖകരമായ സാഹചര്യമാണിത്. ഏതായാലും നമ്മൾ എപ്പോഴും പറയുന്നത് പോലെ തന്നെ ആത്മഹത്യ ഒന്നിനും പരിഹാരമല്ല എന്ന് ആവർത്തിച്ച് പറയുമ്പോഴും ഇത്തരം സംഭവങ്ങൾ തുടർക്കഥയാവുന്നത് വലിയ ആശങ്ക ഉയർത്തുന്നു. ഈ പെൺകുട്ടികൾ അവരുടെ ഭർത്തൃ വീട്ടുകളിൽ എത്രത്തോളം സുരക്ഷിതരാണോ എന്നതിൽ ഒരു ചോദ്യമാണ് ഈ ഒരു സംഭവങ്ങളൊക്കെ ഉയർത്തുന്നത്. ഈ ഒരു സംഭവത്തിലേക്ക്, സെറീനയുടെ സംഭവത്തിലേക്ക് വന്നാൽ, വീട്ടുകാർ ഇത് മതാചാര പ്രകാരം നടത്തിയ വിവാഹമാണ്. നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ 2022 മെയ് 29-നാണ് ഇവരുടെ വിവാഹം നടക്കുന്നത്. 4 വർഷം പൂർത്തിയാകാൻ പോകുന്നു നാളേക്ക്. അങ്ങനെ ഒരു ഘട്ടത്തിലാണ് ഇത്തരത്തിലൊരു സെറീന ജീവനൊടുക്കുന്ന സാഹചര്യം ഉണ്ടായത്. ഇതിൽ പലപ്പോഴും ഈ ഭർത്തൃമാതാവാണ് പ്രധാനമായും ഇങ്ങനെ ഇവരെ ഉപദ്രവിക്കുന്നതെന്നാണ് ഈ സഹോദരൻ പറയുന്നത്. ഇതേ തുടർന്ന് പലപ്പോഴും ഇവർ മധ്യസ്ഥ ചർച്ചയൊക്കെയായി ഈ ഒരു പ്രശ്നമുണ്ടാകുമ്പോൾ ഇവർ പുത്തൂറിലെ സഹോദരന്റെ വീട്ടിലേക്ക് പോകും. പിന്നീട് മധ്യസ്ഥ ചർച്ചയായി വീണ്ടും ഭർത്താവിന്റെ വീട്ടിലേക്ക് വരും. പിന്നീടും ഇതേ രീതിയിൽ വീണ്ടും ഈ ഒരു ഉപദ്രവം തുടരുന്ന സാഹചര്യമാണ് ഉണ്ടായെന്നാണ് പറയുന്നത്. ഏറ്റവും ഒടുവിലായി ഇവരുടെ ഫോണിൽ വിളിച്ച് വലിയ തോതിൽ സങ്കടം ഈ ഒരു സെറീന പറഞ്ഞിരുന്നു എന്നാണ് പറയുന്നത്. അങ്ങനെ സഹോദരൻ ഈ വീട്ടിലേക്ക് ഇവരെ കൂട്ടിക്കൊണ്ടുപോകാൻ വരാനിരിക്കെയാണ് ഇങ്ങനെ ഒരു കടുങ്കൈ ചെയ്തത്. ഈ തരത്തിലൊരു കടുങ്കൈ ചെയ്യും സെറീന എന്ന് ഇവർ ഒരിക്കലും പ്രതീക്ഷിച്ചിരുന്നില്ല എന്നാണ് ഇവർ നമ്മോട് പങ്കുവച്ചത്. എന്തായാലും വലിയ ദുഃഖകരമായ ഒരു സംഭവം തന്നെയാണ് ഇപ്പോൾ ഉണ്ടായിട്ടുള്ളത്. ഇത്തരം വാർത്തകൾ നിരന്തരം വരുന്നതും നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ വലിയ ആശങ്കയുണ്ടാക്കുന്നു. നേരത്തെ പറഞ്ഞ കേസിൽ ഭർത്താവിനെ പോലീസ് അറസ്റ്റ് ചെയ്ത് ജയിലിൽ അടച്ചിട്ടുണ്ട്. ഭർത്താവിന്റെ മാതാവ് ആയിഷ എന്ന് പറയുന്ന ഭർത്താവിന്റെ മാതാവിനെ ഇതുവരെ അറസ്റ്റ് ചെയ്തിട്ടില്ല. അതിൽ കൂടുതൽ ആളുകൾ ഇങ്ങനെ മാനസിക സമ്മർദ്ദത്തിലൊക്കെ ഇടയാക്കിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ അതിൽ കൂടുതൽ അന്വേഷണം ഉണ്ടാകുന്ന മറ്റും ഇപ്പോൾ ഒരാഴ്ചയോട് അടുക്കുന്നു. അതിൽ കേസിലൊരു പുരോഗതിയും ഉണ്ടായിട്ടില്ല. ഇത്തരം കേസുകൾ ഉണ്ടായാൽ ആദ്യം പോലീസിന്റെ ഭാഗത്ത് ചില നടപടികൾ ഉണ്ടാകും. പിന്നീട് അതിൽ ഒരു അലസത അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിൽ കേസ് അട്ടിമറിക്കുന്നൊക്കെ രീതിയിലുള്ള ഒരു നീക്കുപോക്കാണ്. അത് മാസങ്ങൾക്ക് മുൻപ് ജസീല കേസിൽ നമ്മൾ കണ്ടതാണ്. ദിവസങ്ങളോളം നമ്മൾ സ്പോർട് ന്യൂസിൽ ഉൾപ്പെടെ വലിയ തോതിൽ ചർച്ച ചെയ്തതാണ് ആ കേസ്. ഏറ്റവും ഒടുവിലാണ്, സമ്മർദ്ദത്തിനൊടുവിൽ അതിൽ ഭർത്താവിന്റെ മാതാവിനെ അറസ്റ്റ് ചെയ്യുന്ന സാഹചര്യം ഉണ്ടായത്. അതും ഒരു മോഷണക്കുറ്റം ആരോപിച്ച്, വ്യാജ മോഷണക്കുറ്റം ആരോപിച്ചൊരു പെൺകുട്ടിയെ നിരന്തരം ഭർത്തൃ വീട്ടിൽ നിന്നും ഇത്തരത്തിൽ മാനസികമായി സമ്മർദ്ദമുണ്ടാക്കി പിന്നീട് ജീവനൊടുക്കുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായത്. ഏതായാലും ഇങ്ങനെ വാർത്തകൾ കൂടുതൽ ഇത്തരത്തിലുള്ള ജീവനൊടുക്കുന്ന സംഭവങ്ങൾ വരുന്നത് കുടുംബങ്ങളിൽ, പ്രത്യേകിച്ച് മാതാപിതാക്കളിലൊക്കെ, പെൺമക്കളുള്ള മാതാപിതാക്കളിലൊക്കെ വലിയ ആശങ്ക ഉണ്ടാക്കുന്ന കാര്യം തന്നെയാണ്. ഇതിൽ കൃത്യമായ ഇടപെടൽ വീട്ടുകാരുടെ ഭാഗത്തു നിന്നുണ്ടായിട്ടും ഇതിനൊരു പ്രശ്നം ഉണ്ടായിട്ടില്ല എന്നാണ് സെറീനയുടെ കേസിലേക്ക് വന്നാൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. നേരത്തെ പറഞ്ഞതുപോലെ തന്നെ അവർ നിരന്തരം പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോഴും അതൊക്കെ പറഞ്ഞു തീർത്ത് മധ്യസ്ഥതയാക്കി വീണ്ടും അത് ഒരു ജീവിതത്തിലേക്ക് പോകുമ്പോഴും പിന്നെയും പ്രശ്നമുണ്ടാകുകയും വീണ്ടും തുടർച്ചയായി ഇവരെ മാനസികമായ സമ്മർദ്ദത്തിൽ ഇടയാക്കുന്ന ഒരു സാഹചര്യമാണ്. ഏതായാലും പോലീസ് ഈ കേസിൽ അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. ഭർത്താവിന്റെ മാതാവിനെ ഉൾപ്പെടെ ചോദ്യം ചെയ്യുമെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇതിൽ ഏതെങ്കിലും നടപടി ഇതുവരെ പോലീസിന്റെ ഭാഗത്ത് ഉണ്ടായിട്ടില്ല. ഇപ്പോൾ ഇൻക്വസ്റ്റ് നടപടികൾ സെറീനയുടെ പൂർത്തിയായി. അതിനുശേഷം മൃതദേഹം ഇപ്പോൾ പോസ്റ്റ്മോർട്ടം നടപടികൾ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇതിൽ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് കൂടി പോലീസ് പരിശോധിക്കും. കാരണം ഏതെങ്കിലും തരത്തിൽ വലിയ മർദ്ദനം ഏൽക്കേണ്ടി വന്നിട്ടുണ്ടോ എന്ന കാര്യമൊക്കെ പോലീസ് അന്വേഷിക്കുമെന്ന് മനസ്സിലാക്കാൻ സാധിച്ചത്. നേരത്തെ പറഞ്ഞ സുബൈദയുടെ കേസിൽ അവർക്ക് ശരീരത്തിൽ വലിയ തോതിൽ മർദ്ദനമേറ്റ പാടുകൾ ഇൻക്വസ്റ്റ് നടപടികൾ അതിൽ പോസ്റ്റ്മോർട്ടത്തിലും കണ്ടെത്തിയിരുന്നു. അത് സമീപകാലത്ത് പോലും വലിയ തോതിൽ അങ്ങനെ മർദ്ദനമേറ്റ പാട്, അത് ആ കേസ് പരിശോധിച്ചാൽ നമുക്ക് മനസ്സിലാവും. 10 വർഷം നീണ്ട പ്രണയത്തിനോടുള്ള ഒരു വിവാഹം, പിന്നീട് ആ വിവാഹം 1 വർഷം തികയും മുമ്പ് ജീവനൊടുക്കുന്ന സാഹചര്യം, 2 മാസം പ്രായമുള്ള ഒരു കുഞ്ഞിനെ തനിച്ചാക്കിയാണ് പിതാവ് ജയിലിലേക്കും മാതാവ് ഈ ലോകത്തു നിന്നും യാത്രയായത്. അങ്ങനെ വലിയ സങ്കടപ്പെടുന്ന കാഴ്ചകളാണ്, സങ്കടപ്പെടുന്ന വാർത്തകളാണ് ഇതൊക്കെ. ഏതായാലും ഈ സംഭവത്തിൽ എങ്കിലും പോലീസ് ആ കുടുംബത്തിന് നീതി വാങ്ങിക്കൊടുക്കുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. ഏതായാലും നിലവിൽ ഈ കേസിൽ ആരെയും ഇപ്പോൾ അറസ്റ്റ് ചെയ്തിട്ടില്ല. പോലീസ് അന്വേഷണം നടക്കുന്നുണ്ടെന്നാണ് ആദൂർ പോലീസുമായി നമ്മൾ ബന്ധപ്പെട്ടപ്പോൾ മനസ്സിലാക്കാൻ സാധിച്ചത്. നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ പോസ്റ്റ്മോർട്ടം നടപടികൾ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടും ഇതിൽ പ്രധാനമാണ്. ഏതെങ്കിലും തരത്തിൽ ശരീരത്തിൽ വലിയ മർദ്ദനമേറ്റ പാടുകളുണ്ടോ, അത്തരം കാര്യങ്ങൾ പോസ്റ്റ്മോർട്ടത്തിൽ വ്യക്തമാകൂ. ഏതായാലും കുടുംബം ഈ ഒരു ആരോപണം ഉന്നയിച്ചിട്ടുണ്ട്. നിരന്തരമായ പ്രശ്നം മാനസികമായും ശാരീരികമായും ഇങ്ങനെ ഏൽക്കേണ്ടി വന്നിട്ടുണ്ട് ഭർത്തൃ വീട്ടിൽ നിന്ന്. മാതാവും അതുപോലെ തന്നെ ഭർത്താവും നിരന്തരം മർദ്ദിക്കുന്നു എന്നാണ് ഇവർ പരാതി പറഞ്ഞിട്ടുള്ളത്. അത് സെറീന പലപ്പോഴും ഇവരുടെ കുടുംബത്തെ, സഹോദരനോട് ഉൾപ്പെടെ പറയുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. അവിടുന്ന് വീട്ടിൽ നിന്നും മാറി നിൽക്കുന്നു, അതായത് സഹിക്കാൻ കഴിയാതെ വീട്ടിൽ നിന്നും മാറി നിൽക്കുന്ന സാഹചര്യമൊക്കെ ഉണ്ടായിരുന്നു. ഈ കേസിൽ ഇന്ന് തന്നെ അത്തരം അറസ്റ്റിലേക്കൊക്കെ നടക്കുമോ എന്നതാണ് ഇനി ഏറ്റവും പ്രധാനം. അത്തരം നടപടികളിലേക്ക് പോലീസ് കടക്കുമെന്നാണ് നമ്മളോട് ആദൂർ പോലീസ് വ്യക്തമാക്കിയിട്ടുള്ളത്. എന്നാൽ പരാതി വളരെ ഗൗരവമുള്ളതാണ്. ഒരു 27 വയസ്സുള്ള പെൺകുട്ടിയാണ് ഇങ്ങനെ ഭർത്തൃ വീട്ടിലെ പീഡനം കാരണം ഇപ്പോൾ ജീവനൊടുക്കിയിട്ടുള്ളത്. എന്തോ
റൈറ്റ്, കെ വി ബൈജു സൂചിപ്പിച്ചതുപോലെ കാസർഗോഡിലെ ആദൂരിലെ പെൺകുട്ടി അവൾ വർഷങ്ങളായി പീഡനം ഏറ്റുവാങ്ങുകയാണ്. അതും കൂടുതൽ ഭർത്താവിനേക്കാൾ ഭർത്തൃമാതാവിൽ നിന്ന്. കുഞ്ഞുണ്ടാകുന്നില്ല എന്നുള്ള പേരിലാണ് ആ പീഡനം എന്നാണ് പറയപ്പെടുന്നത്. പലവട്ടം അവൾ അവളുടെ സഹോദരനെ കാര്യങ്ങൾ അറിയിച്ചു, പിണങ്ങി നിൽക്കുകയായിരുന്നു. ഒടുവിൽ ആ ഒരു ചർച്ചകൾക്കൊക്കെ ശേഷം ദിവസങ്ങൾ മുമ്പ് മാത്രമാണ് തിരികെ ഭർത്തൃ വീട്ടിലേക്ക് എത്തിയത് പോലും. എന്നിട്ടും വിവാഹ വാർഷികം നാളെ നടക്കാനിരിക്കെ അവളുടെ ജീവിതം അവസാനിപ്പിക്കുന്ന സാഹചര്യം. ഇത്തരത്തിലുള്ള സംഭവങ്ങൾ വീണ്ടും വീണ്ടും ആവർത്തിക്കപ്പെടുന്നു എന്നുള്ളതാണ് ഏറ്റവും ഖേദകരം. ഇടവേള. ഇന്ത്യയിലെ വാർത്താ ചാനലുകളിലും പത്രത്താളുകളിലും ഇന്ന് ഏറ്റവും കൂടുതൽ നിറഞ്ഞു നിൽക്കുന്ന, പലരിലും ഭയവും ആകാംക്ഷയും ഒരുപോലെ ജനിപ്പിക്കുന്ന രണ്ടക്ഷരങ്ങളാണ് ED അഥവാ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ്. രാഷ്ട്രീയ പ്രമുഖരുടെ വീടുകളിലെ റെയ്ഡുകൾ, കോടിക്കണക്കിന് രൂപയുടെ കള്ളപ്പണം പിടിച്ചെടുക്കൽ, വെഞ്ഞാറമൂട് ഹാപ്പി ലാൻഡിൽ അപകടം. റൈഡിന്റെ വെൻഡിംഗ് പൊട്ടി വീണു. കുട്ടികളടക്കം 5 പേർക്ക് പരിക്കുണ്ട്. പരിക്കേറ്റവരെ മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് എത്തിക്കുകയാണ്. ഡാൻ കുര്യൻ വിവരങ്ങൾ നൽകും. ഡാൻ, ഈ അപകടം അതെങ്ങനെ സംഭവിച്ചു എന്നാണ് പറയുന്നത്? ഈ പരിക്ക് ഗുരുതരമായിട്ടുള്ള പരിക്കുകളുണ്ടോ ആർക്കെങ്കിലും? അല്പസമയം മുമ്പാണ് വെഞ്ഞാറമൂട് ഹാപ്പി ലാൻഡ് അമ്യൂസ്മെന്റ് പാർക്കിൽ വിനോദസഞ്ചാരികൾ ഒരു റൈഡിൽ കയറുന്ന വീണ 5 പേർക്ക് പരിക്കേൽക്കുന്ന സാഹചര്യം ഉണ്ടായിരിക്കുന്നത്. ഇവരെ ഉടൻ തന്നെ പ്രാഥമിക ചികിത്സ ഉറപ്പുവരുത്തിയ ശേഷം മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് എത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. ഗുരുതരമായ പരിക്കുകൾ ആർക്കും ഉള്ളതായി ഇപ്പോൾ വിവരം ലഭിച്ചിട്ടില്ല. അല്പസമയത്തിനകം ഇവരെ മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് എത്തിക്കും. എന്താണ് അവിടെ സംഭവിച്ചത് എന്നതിനെ കുറിച്ച് വിവരങ്ങൾ വ്യക്തമായ സ്ഥിരീകരിക്കാവുന്ന വിവരങ്ങൾ ലഭിച്ചു തുടങ്ങുന്നതേ ഉള്ളൂ. നേരത്തെയും ഹാപ്പി ലാൻഡിൽ സമാനമായ തരത്തിൽ ഒരു അപകടം ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ ഫിറ്റ്നസ് ഇല്ലാതെയാണോ അവിടെ ഈ പ്രത്യേകമായി സംവിധാനം ചെയ്തിട്ടുള്ള മെഷീനുകളടക്കം പ്രവർത്തിപ്പിച്ചിരുന്നത് എന്നതടക്കമുള്ള കാര്യങ്ങളിൽ വിശദമായ പരിശോധന വേണ്ടിവരും. നിലവിൽ 5 പേർക്കാണ് ഈ അപകടത്തിൽ പരിക്കേറ്റിരിക്കുന്നത്. അതിൽ കുട്ടികളും ഉൾപ്പെട്ടിട്ടുണ്ട്. ഇവരെ ഉടൻ തന്നെ മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് എത്തിക്കും. പ്രാഥമിക ചികിത്സ നൽകിയതിനു ശേഷമാണ് വിവിധ ആംബുലൻസുകളിലായി ഇവരെ ആശുപത്രിയിലേക്ക് വിദഗ്ധ പരിശോധനകൾക്ക് വേണ്ടി മെഡിക്കൽ കോളേജിലേക്ക് എത്തിക്കുന്നതെന്നാണ് വിവരം. അല്പസമയത്തിനകം അപകടം സംബന്ധിച്ച് കൂടുതൽ വിശദാംശങ്ങൾ ലഭ്യമാകുമെന്നാണ് കരുതുന്നത്. ഈ എത്ര പേര് റൈഡിൽ ഉണ്ടായിരുന്നു, എത്ര പേര് അപകടത്തിൽ പെട്ടു എന്നുള്ളതിലൊക്കെ ഒരു കൃത്യത വന്നിട്ടുണ്ടോ ഡാൻ? വളരെ പെട്ടെന്ന് തന്നെ ഇവരെ ആശുപത്രിയിലേക്ക് മാറ്റാൻ കഴിഞ്ഞോ? എത്ര പേരാണ് ആകെ റൈഡിൽ ഉണ്ടായിരുന്നത് എന്ന കാര്യം അറിയത്തില്ല. പക്ഷെ മുഴുവൻ പേരും താഴേക്ക് പതിച്ചു. അതിൽ 5 പേർക്കാണ് പരിക്കേറ്റത്. ആ 5 പേരെയാണ് പ്രാഥമിക ചികിത്സ ഉറപ്പുവരുത്തിയതിനു ശേഷം മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് എത്തിച്ചുകൊണ്ടിരിക്കുന്നത്. വലിയ ഗുരുതരമായ പരിക്കുകളാണോ എന്നതിനെ സംബന്ധിച്ചും വ്യക്തമായൊരു മറുപടി പോലീസിന്റെ ഭാഗത്തുനിന്ന് ലഭിച്ചിട്ടില്ല. കാരണം അവിടെ രക്ഷാപ്രവർത്തനമടക്കം ഏകോപിപ്പിക്കേണ്ട ചുമതലയുണ്ട് പോലീസിന്. അതുകൊണ്ട് ആ കാര്യങ്ങളിലൊക്കെ ഒരു വ്യക്തത കൈവരേണ്ടതുണ്ട്. നിലവിൽ ലഭിക്കുന്ന സൂചനകൾ അനുസരിച്ച് 5 പേർക്ക് പരിക്കേറ്റിട്ടുണ്ട് എന്ന കാര്യം ഉറപ്പാണ്. അവർക്ക് പ്രാഥമികമായ ചികിത്സ ഉറപ്പുവരുത്തിയതിനു ശേഷമാണ് വിദഗ്ധ ചികിത്സയ്ക്കായി പരിശോധനകളുടെ ഭാഗമായി ഇപ്പോൾ മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് എത്തിക്കുന്നത്. വിവിധ ആംബുലൻസുകളിലായാണ് ഈ 5 പേരെയും ആശുപത്രിയിലേക്ക് മെഡിക്കൽ കോളേജിലേക്ക് എത്തിച്ചുകൊണ്ടിരിക്കുന്നത്. അല്പസമയത്തിനകം ഈ ആംബുലൻസുകൾ മെഡിക്കൽ കോളേജിലെത്തും. ഇവിടെ വിശദമായ പരിശോധനകൾ നടത്തിയതിനു ശേഷമേ പരിക്കുകൾ സാരമുള്ളതാണോ എന്ന കാര്യത്തിൽ വ്യക്തത ലഭിക്കുകയുള്ളൂ. എങ്ങനെയാണ് ഈ അപകടം ഉണ്ടായത്, അപകടത്തിലേക്ക് നയിച്ച സാഹചര്യം എന്താണ് എന്നതടക്കമുള്ള കാര്യങ്ങളിൽ വ്യക്തമായ വിവരങ്ങൾ ഇനി ലഭിക്കാനിരിക്കുന്നതേ ഉള്ളൂ.
കൂടുതൽ വിവരങ്ങൾ വരാനിരിക്കുന്നതേ ഉള്ളൂ. എങ്കിൽ പോലും ആ വെഞ്ഞാറമൂട്ടിലെ ഹാപ്പി ലാൻഡ് എന്ന അമ്യൂസ്മെന്റ് പാർക്കിലുണ്ടായ അപകടത്തിൽ 5 പേർക്കാണ് പരിക്കേറ്റിരിക്കുന്നത്. ഒരു റൈഡ് ആ റൈഡ് താഴേക്ക് പതിക്കുന്ന മട്ടിൽ സാഹചര്യമുണ്ടായി, അല്ലെങ്കിൽ അങ്ങനെ ഒരു അപകടമുണ്ടായി. അതാണ് ഈ 5 പേരുടെ പരിക്കിലേക്ക് എത്തിച്ചത്. എത്രമാത്രം ഗുരുതരമായിട്ട് സാഹചര്യം ആണ് എന്നുള്ളതാണ് അതിൽ സംശയകരം. കൂടുതൽ വിവരങ്ങൾ വരുന്നതേയുള്ളൂ. ഡാനും കൂടുതൽ വിവരങ്ങൾ ശേഖരിക്കുകയാണ് എന്ന് ബോധ്യപ്പെടുന്നു. എങ്കിൽ പോലും ഡാൻ, ഈ ഒരുപാട് ഉള്ളിലേക്കാണ് ഈ പാർക്കിന്റെ ലൊക്കേഷൻ. വളരെ പെട്ടെന്ന് തന്നെ ആശുപത്രിയിലേക്ക് എത്തിക്കാൻ കഴിയുന്ന ഒരു സ്ഥലമാണത്. എന്തോ നമുക്ക് അല്പസമയത്തിനകം അത് സംബന്ധിച്ച വിശദാംശങ്ങളൊക്കെ ലഭിക്കും. നമുക്കിപ്പോൾ കൃത്യമായ വിവരങ്ങൾ ഈ പാർക്കിനെ സംബന്ധിച്ചോ അതിന്റെ മറ്റ് പ്രവർത്തനങ്ങൾ സംബന്ധിച്ചോ വിവരങ്ങളൊന്നും ലഭിച്ചിട്ടില്ല. നമ്മൾ കാത്തിരിക്കുകയാണ് വിവരങ്ങൾക്ക് വേണ്ടി. പക്ഷേ ഈ അപകടം ഉണ്ടായത് സ്ഥലത്ത് നേരത്തെയും ഒരു അപകടം ഉണ്ടായിട്ടുണ്ട് എന്ന സൂചനകളുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഈ ഉപകരണങ്ങൾക്ക് ഫിറ്റ്നസ് ഉണ്ടായിരുന്നോ എന്ന കാര്യത്തിലടക്കം വിശദമായ പരിശോധനകൾ ആരംഭിച്ചിരിക്കുന്നത്. അല്പസമയത്തിനകം അത് സംബന്ധിച്ച കൂടുതൽ വിശദാംശങ്ങൾ ലഭിക്കുമെന്നാണ് കരുതുന്നത്. ഈ ആംബുലൻസുകൾ ശ്രീകാര്യം പിന്നിട്ട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് എത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇവിടെ ഏതെങ്കിലും മറ്റ് അടിയന്തരമായ ചികിത്സ ഉറപ്പാക്കാനുള്ള ക്രമീകരണങ്ങൾ അത്യാഹിത വിഭാഗത്തിലടക്കം സജ്ജമാക്കിയിട്ടുമുണ്ട്. റൈറ്റ്. എന്നാലും ആ അപകടത്തിൽപ്പെട്ടവരെ ഇപ്പോൾ ആ മെഡിക്കൽ കോളേജിലേക്ക് കൊണ്ടുപോവുകയാണ്. ആംബുലൻസ് ഇപ്പോൾ മെഡിക്കൽ കോളേജിലേക്ക് അടുക്കാൻ പോകുന്നു. ആ റൈഡ് നിലം പതിച്ചുണ്ടായ അപകടമാണ്. അവിടെ നേരത്തെയും അപകടം ഉണ്ടായിട്ടുണ്ട് എന്ന് ഡാൻ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അതായത് ഈ റൈഡുകളുടെയൊക്കെ സുരക്ഷാ സാഹചര്യങ്ങളൊക്കെ അനുദിനം പരിശോധിക്കുന്നുണ്ടോ എന്നുള്ളതൊക്കെയാണ് പ്രധാനപ്പെട്ട കാര്യം. ഈ ചട്ടങ്ങളെല്ലാം പാലിച്ചുള്ള ക്രമീകരണങ്ങൾ അവിടെ ഉണ്ടോ എന്നുള്ളതൊക്കെ അത് പിന്നീട് ചർച്ച ചെയ്യേണ്ടതാണ്. എങ്കിൽ പോലും ഇപ്പോൾ അപകടം നടന്നു, മിനിറ്റുകൾ മാത്രമേ ആയിട്ടുള്ളൂ. ആ അപകടത്തിൽ പരിക്കേറ്റവരുമായി ഇപ്പോൾ മെഡിക്കൽ കോളേജിലേക്ക് നീങ്ങുകയാണ് ആംബുലൻസ്. മെഡിക്കൽ കോളേജിൽ കാര്യങ്ങൾ സജ്ജമാണ്. അതിൽ ചിലരുടെ പരിക്കുകൾ അല്പം ഗുരുതരമാണ് എന്നുള്ള വിവരങ്ങൾ വരുന്നുണ്ട്. സ്ഥിരീകരിക്കാൻ കഴിഞ്ഞിട്ടില്ല. എങ്കിൽ പോലും എന്താണെങ്കിലും 5 പേർക്കാണ് അപകടത്തിൽ പരിക്കേറ്റത്. റൈഡിൽ ഉണ്ടായിരുന്ന എല്ലാവരും താഴേക്ക് നിലം പതിച്ചു. അതിൽ 5 പേർക്കാണ് പരിക്കേൽക്കുന്ന സാഹചര്യം. പ്രാഥമിക ശുശ്രൂഷ നൽകിയ ശേഷം അവരെ വളരെ പെട്ടെന്ന് തന്നെ മെഡിക്കൽ കോളേജിലേക്ക് മാറ്റാൻ കഴിയുന്നു എന്നുള്ളതാണ് ശ്രദ്ധേയം. ഉടൻ തന്നെ അവർക്ക് വിദഗ്ധ ചികിത്സ ലഭ്യമാകുമെന്ന് കരുതുകയും ചെയ്യാം. അവര് മറ്റേ എന്റെ പേര് ആലപ്പുഴയിൽ കക്കൂസ് മാലിന്യം തള്ളുന്നവരിൽ നിന്ന് പണം കൈപ്പറ്റി പിടിയിലായ ചേർത്തല ഡിവൈഎസ്പി നേരത്തെയും പണമിടപാടുകൾ നടത്തിയിരുന്നുവെന്ന് കണ്ടെത്തൽ. ലോറി ഉടമകളിൽ നിന്ന് 25,000 രൂപ നിരക്കിൽ 25 ലക്ഷം രൂപയോളമാണ് ഈ ചേർത്തല ഡിവൈഎസ്പി വാങ്ങിയിരുന്നത്. ഡിവൈഎസ്പി അനിൽകുമാറിനെതിരെ കൂടുതൽ പേർ അന്വേഷണ സംഘത്തിന് മൊഴി നൽകിയെന്നാണ് സൂചന. ശരണ്യ സ്നേഹിതർ കൂടുതൽ വിവരങ്ങൾ നൽകും. ശരണ്യ, കയ്യോടെ തൂക്കി എന്ന് പറയാം, കോട്ട് റെഡ് ഹാൻഡഡ് അല്ലേ? എന്താണ് ആ ദൃശ്യങ്ങളിൽ തന്നെ അത് വ്യക്തമാണ്. ഒരു ഡിവൈഎസ്പി ആണ്, മതിലേടി ഇറങ്ങി ഓടിയതാണ്, കള്ളിമുണ്ടും എടുത്ത്. പക്ഷേ ആ ഡിവൈഎസ്പി പിടികൂടി പിടിച്ചിരുത്തി കൈയങ്ങ് മുക്ക് സാറേ എന്ന് പറയുന്നതൊക്കെ ആ വീഡിയോയിലുണ്ട്. എന്താണെങ്കിലും സ്ഥിരം പരിപാടിയാണല്ലോ അദ്ദേഹത്തിന്. എൽദോ അങ്ങേയറ്റം നാണക്കേടുണ്ടാക്കിയ സംഭവമായിരുന്നു. പോലീസ് സേനയ്ക്ക് തന്നെ വലിയ നാണക്കേടുണ്ടാക്കിയ സംഭവമായിരുന്നു ഇന്നലെ ആലപ്പുഴ സൈക്കിൾ നടന്നത്. ചേർത്തല ഡിവൈഎസ്പി അനിൽകുമാറിനെയാണ് ഇത്തരത്തിൽ വീടിന്റെ, നേരത്തെ എൽദോ പറഞ്ഞതുപോലെ മതിൽ ചാടി ഓടിയതല്ല, മേൽക്കൂര പൊളിച്ച് പുറത്തേക്ക് ചാടി എന്നുള്ളതാണ് പറയുന്നത്. മേൽക്കൂരയുടെ ഭാഗത്തു നിന്ന് പുറത്തേക്ക് ചാടി ഇയാൾ രക്ഷപ്പെടുകയായിരുന്നു. പിന്നീട് ഇയാളെ ഓടിച്ചിട്ട് വിജിലൻസ് സംഘം പിടികൂടുകയായിരുന്നു എന്നുള്ളതാണ്. അതിൽ ഏറ്റവും നാണക്കേടുണ്ടാക്കിയ സംഭവം എന്ന് പറയുന്നത് ഈ ആൾ വാങ്ങിയ പണം, അതായത് കക്കൂസ് മാലിന്യം തള്ളുന്ന വാഹനങ്ങളുടെ ആളുകളിൽ നിന്ന് അത് അനധികൃതമായി തള്ളുന്നതിന് വേണ്ടി അല്ലെങ്കിൽ അവർക്ക് കിട്ടുന്ന സഹായത്തിന് വേണ്ടിയാണ് ഈ പണം കൈപ്പറ്റിയെന്നുള്ളതാണ്. പൊതുജനങ്ങൾക്ക് ആകെ ബുദ്ധിമുട്ടുണ്ടാക്കുന്ന ഈ കക്കൂസ് മാലിന്യം അനധികൃതമായി വഴിയരികിലും മറ്റിടങ്ങളിലും ഒഴിഞ്ഞ കോമ്പൗണ്ടുകളിലും ഒക്കെ തള്ളുന്ന ആ ആളുകളിൽ നിന്നും ആ വാഹനങ്ങളിൽ നിന്നുമാണ് ഈ പണം വാങ്ങാനായി ശ്രമിച്ചത് എന്നുള്ളതാണ്. ഈ അനിൽകുമാറുമായി ബന്ധപ്പെട്ട് നേരത്തെ തന്നെ, അതായത് ചേർത്തല കേന്ദ്രീകരിച്ച് 100ഓളം വാഹനങ്ങൾ ഇത്തരത്തിൽ അനധികൃതമായി കക്കൂസ് മാലിന്യം തള്ളുന്ന വാഹനങ്ങളുണ്ട്. ഇതിൽ ഒരാളുടെ 4ഓളം വാഹനങ്ങൾ കഴിഞ്ഞ ദിവസം അനിൽകുമാർ നേതൃത്വത്തിൽ പിടിച്ചിരുന്നു. ഈ വാഹനങ്ങൾ വിട്ടുകിട്ടുന്നതിന് വേണ്ടിയാണ് 2 ലക്ഷം രൂപ ആവശ്യപ്പെട്ടത് എന്നുള്ളതാണ് അറിയാൻ കഴിഞ്ഞത്. മുഹമ്മദ് സ്വദേശി നൽകിയ പരാതിയുടെ അടിസ്ഥാനത്തിലായിരുന്നു അനിൽകുമാറിനെ വിജിലൻസ് പിടികൂടുന്നത്. 2 ലക്ഷം രൂപ ആവശ്യപ്പെട്ടതിൽ 50,000 ആദ്യം എത്തിച്ചു നൽകി. പണമാണ് വിജിലൻസ് നൽകി ഒടുവിൽ ഇയാളെ പിടിക്കുന്ന ഒരു സാഹചര്യത്തിലേക്ക് എത്തിയത്.
സൈക്കിളിലെ വീട്, അതായത് അൽകുമാറിന് ചേർത്തല ഡിവൈഎസ്പി ആണെങ്കിലും അവിടെ നിന്ന് കിലോമീറ്ററുകൾ വ്യത്യാസത്തിൽ സൈക്കിളിലാണ് ഇയാൾ താമസിക്കുന്നത്. അത് തന്നെ ഇത്തരത്തിൽ ആളുകൾക്ക് വന്നു പോകാനും മറ്റു സൗകര്യങ്ങളും ഒക്കെ ഏർപ്പാടാക്കുന്നതിന് വേണ്ടി ഇത്തരത്തിൽ മാറി താമസിക്കുക എന്നുള്ളതാണ് വിജിലൻസിന്റെ ഒരു നിഗമനം. ഇയാളെ പിടിക്കുന്നതിന് 2 ആഴ്ച മുമ്പ് ആലപ്പുഴ ജില്ലാ പോലീസ് മേധാവി തന്നെ കൃത്യമായ നിർദ്ദേശം അൽകുമാർ നൽകിയിരുന്നു. അതായത് പണമിടപാടുകൾ നടക്കുന്നുണ്ട് എന്നുള്ള വിവരം അദ്ദേഹത്തിന് ലഭിച്ചതിന്റെ അടിസ്ഥാനത്തിൽ അദ്ദേഹം തന്നെ വാൺ ചെയ്തിരുന്നു. അതിന് പിന്നാലെയാണ് ഇപ്പോൾ വിജിലൻസിന്റെ പിടിയിലാകുന്നത് എന്നുള്ളതാണ്. 100ഓളം വാഹനങ്ങളിൽ നിന്ന് 25,000 രൂപ വെച്ച് മാസപ്പടി അയാൾ വാങ്ങിയിരുന്നു എന്നുള്ളതാണ് ഈ കുണ്ടറ സ്വദേശിയായ ഡിവൈഎസ്പിയെ കുറിച്ച് ഇപ്പോൾ അന്വേഷണ സംഘത്തിന് പലരും മൊഴി നൽകിയിട്ടുള്ളത്. ഇത്തരത്തിൽ നിരവധി വാഹന ഉടമകൾ ഇക്കാര്യങ്ങൾ സംബന്ധിച്ചുകൊണ്ട് വിജിലൻസിനോട് കാര്യങ്ങൾ വെളിപ്പെടുത്തിയിട്ടുണ്ട്. അവർ കൂടി നൽകിയ രഹസ്യ വിവരത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഈ അനധികൃതമായി ഈ പണപ്പിരിവ് നടത്തുന്ന ഡിവൈഎസ്പി ഇപ്പോൾ പിടിയിലായിട്ടുള്ളത്. അതും കക്കൂസ് മാലിന്യം പുറന്തള്ളുന്ന ആളുകളിൽ നിന്നും വാഹനങ്ങളിൽ നിന്നും മാസപ്പടിയായി 25,000 രൂപ വീതം വാങ്ങിയിരുന്ന ചേർത്തല ഡിവൈഎസ്പി അൽകുമാറാണ് വിജിലൻസിന്റെ പിടിയിലാകുന്നത്. വിജിലൻസ് ഇയാളെ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ കൈലിമുണ്ടും എടുത്ത് ഇയാള് വീട്ടിൽ നിന്നിരുന്ന വേഷത്തിൽ പുറത്തേക്ക് ഓടുകയായിരുന്നു. അവിടെ നിന്നും ഓടിച്ചിട്ടാണ് വിജിലൻസ് പിടികൂടുന്നത്. പിടികൂടി അകത്ത് കൊണ്ടുവന്ന് ആ ലായിനിയിൽ കൈ മുക്കാനായിട്ട് ശ്രമിക്കുമ്പോഴും ഒക്കെ ഇയാൾ അവിടെ ഇരുന്ന് ഒരു കൂസലുമില്ലാതെ സംസാരിക്കുന്നത് നമുക്ക് കാണാം. ആ കയ്യിൽ പിടിച്ച വിജിലൻസ് ഉദ്യോഗസ്ഥന്റെ കയ്യിൽ നിന്നാണ് ഇത്തരത്തിൽ തന്റെ കയ്യിലേക്ക് കെമിക്കൽ, അതായത് ഈ വെള്ളത്തിൽ കളർ ചേഞ്ച് വരുന്ന സംവിധാനം വന്നതിനടക്കമൊക്കെ അവിടെ നിന്ന് ന്യായീകരിക്കുന്നുണ്ടായിരുന്നു. എന്നാൽ പോലീസ് സേനയിൽ തന്നെ നിരന്തരം പണം വാങ്ങുന്ന ഒരാളെന്ന ആക്ഷേപമുള്ള ഒരു ഉദ്യോഗസ്ഥനെയാണ് ഇന്നലെ വിജിലൻസ് കൈയോടെ എൽദോ പറഞ്ഞ ഭാഷയിൽ പറഞ്ഞാൽ തൂക്കിയിരിക്കുന്നത്. റൈറ്റ്, എന്നാലും തൂക്കി ഡിവൈഎസ്പിയെ ചുവന്ന കരങ്ങളോടെ. ശരണ്യ സ്നേഹിതനാണ് വിവരങ്ങൾ. താരസംഘടന അമ്മയിലെ തർക്കത്തിൽ അൻസിബയുടെ പരാതി സംഘടന കേൾക്കും. ടിനി ടോമിനെതിരെ അടക്കമുള്ള പരാതിയാണ് കേൾക്കുക. ജൂൺ ആദ്യം നേരിട്ടെത്താൻ അൻസിബയ്ക്ക് നിർദ്ദേശം നൽകിയിരിക്കുകയാണ്. തെളിവുകളുണ്ടെങ്കിൽ അതും എക്സിക്യൂട്ടീവ് കമ്മിറ്റിയിൽ എത്തിക്കണം എന്നും നിർദ്ദേശമുണ്ട്. അതേസമയം തന്റെ പരാതി കേൾക്കാൻ സമിതി രൂപീകരിക്കണം എന്നാണ് അൻസിബയുടെ ആവശ്യം. നവമി ദിനേശ് കൂടുതൽ വിവരങ്ങൾ. നവമി, അൻസിബ ഉയർത്തിയ കാര്യങ്ങൾ അതിൽ ചെവി കൊടുക്കാം, അല്ലെങ്കിൽ അതിന് എന്താണ് എന്ന് കേൾക്കാം എന്നുള്ളതാണോ ഇപ്പോൾ അമ്മയുടെ നിലപാട്? എൽദോ, ഒരു ഇടവേളയ്ക്ക് ശേഷമായിരുന്നു ഹൻസിബയുടെ ചില വെളിപ്പെടുത്തലോടുകൂടി അമ്മയിൽ വലിയ രീതിയിലുള്ള ഒരു പൊട്ടിത്തെറി ഉണ്ടായി. പൊതുസമൂഹത്തിന് മുന്നിൽ അമ്മ സംഘടനയെ വളരെ മോശമാക്കുന്ന രീതിയിലുള്ള പരാമർശങ്ങൾ ഹൻസിബയുടെ ഭാഗത്തു നിന്നും ഈ ആരോപണ വിധേയരുടെ ഭാഗത്തു നിന്നുമൊക്കെ ഉണ്ടായി എന്ന് മുതിർന്ന താരങ്ങളടക്കം വിലയിരുത്തിയ ഒരു സംഭവം കൂടിയായിരുന്നു. എന്തായാലും ആ സംഭവത്തിനൊടുവിൽ പ്രസിഡന്റ് ശ്വേത മേനോൻ തന്നെ ഹൻസിബയ്ക്കും മറ്റ് ആളുകൾക്കും, അതായത് ഈ ഹൻസിബ പരാതി ഉന്നയിച്ച ആരോപണ വിധേയരായിട്ടുള്ള ടിനി ടോം, ലക്ഷ്മിപ്രിയ ഉൾപ്പെടെയുള്ളവർക്കും ഉണ്ണി ശിവപാൽ അടക്കമുള്ളവർക്കൊക്കെ ഈ വിഷയങ്ങൾ എന്താണ് ഇവർക്ക് പറയാനുള്ളത്, എന്താണ് ഇവരുടെ ആരോപണത്തിൽ, ഹൻസിബയുടെ ആരോപണത്തിൽ കഴമ്പുണ്ടോ എന്നീ കാര്യങ്ങൾ കൃത്യമായി അറിയുന്നതിന് വേണ്ടിയിട്ടാണ് ഈ ഒരു യോഗം വിളിച്ചിരിക്കുന്നത്, അല്ലെങ്കിൽ ഇവരോട് പരാതിക്കാരിയോട് ഹാജരാകാൻ ആവശ്യപ്പെട്ടിരിക്കുന്നത്. 1, 2, 3 ഈ 3 തീയതികളിൽ ഏതെങ്കിലും ഒരു ദിവസം അമ്മ ഓഫീസിലെത്തണം. ആ സമയത്ത് ടിനി ടോമിനെതിരെയോ ലക്ഷ്മിപ്രിയക്കെതിരെയോ പക്കൽ തെളിവുണ്ടെങ്കിൽ അതുകൂടി ഹാജരാക്കണം എന്നാണ് അൻസിബയോട് പറഞ്ഞിരിക്കുന്നത്. പക്ഷെ അൻസിബ അതിന് മറുപടിയായി നൽകിയത് 1-ാം തീയതി തനിക്ക് 1-ാം തീയതി വരാം, അല്ല എന്നുണ്ടെങ്കിൽ 7-ാം തീയതി കഴിഞ്ഞിട്ട് മാത്രമേ തനിക്ക് ഈ ഒരു ഓഫീസിൽ അല്ലെങ്കിൽ ഒരു കമ്മിറ്റിക്ക് മുന്നിൽ ഹാജരാകാൻ കഴിയുകയുള്ളൂ എന്നാണ് അൻസിബ മറുപടി നൽകിയത്. മറ്റൊരു കാര്യം കൂടി അൻസിബ പറയുന്നുണ്ട്. താൻ ആരോപണം ഉന്നയിച്ചത് ഈ എക്സിക്യൂട്ടീവ് കമ്മിറ്റി അംഗങ്ങളിലാണ്. ഈ അംഗങ്ങൾ തന്നെ തന്റെ പരാതി കേൾക്കുന്നതിനോട് തനിക്ക് യോജിപ്പില്ല, തനിക്ക് നീതി കിട്ടുമെന്ന് തോന്നുന്നില്ല, അതുകൊണ്ട് നിഷ്പക്ഷരായി നിൽക്കുന്നത്. അതായത് 3 പേരുടെ പേര് കൂടി അൻസിബ പറഞ്ഞിട്ടുണ്ട്. അതിലൊന്ന് നടൻ രമേശ് പിഷാരടി, മറ്റൊന്ന് മാലാ പാർവതി, അതോടൊപ്പം തന്നെ ധ്യാൻ ശ്രീനിവാസൻ. ഇവർ 3 പേരും അടങ്ങുന്ന ഒരു കമ്മിറ്റി, അല്ലെങ്കിൽ ഇവർ 3 പേരടങ്ങുന്ന സംഘം ഈ കാര്യങ്ങൾ വ്യക്തമായി കേൾക്കട്ടെ, നിഷ്പക്ഷമായി കേൾക്കട്ടെ, തനിക്ക് പറയാനുള്ളതും തൻ്റെ കയ്യിലെ തെളിവുകളെല്ലാം അവർക്ക് മുന്നിൽ ഹാജരാക്കാമെന്നാണ് അൻസിബ മറുപടിയായി നൽകിയത്. പക്ഷെ അതിനൊരു പ്രതികരണം പ്രസിഡന്റിന്റെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടുമില്ല. നിലവിൽ ഇന്നും ഇപ്പോൾ അമ്മയിൽ ചില യോഗങ്ങൾ നടക്കുന്നുണ്ട്. അത് എക്സിക്യൂട്ടീവ് കമ്മിറ്റിക്ക് മുന്നോടിയായിട്ടുള്ള ഒരുക്കങ്ങളുടെ യോഗമാണ് നടക്കുന്നത്. എന്തായാലും എന്തായിരിക്കും അൻസിബയുടെ ഈ ചോദ്യങ്ങൾക്ക്, അല്ലെങ്കിൽ ഈ ഒരു ആവശ്യത്തിന് മറുപടി എന്തായിരിക്കും സംഘടന നൽകുക, പ്രസിഡന്റ് നൽകുക എന്നതും ഏറെ ശ്രദ്ധേയമായിട്ടുള്ള കാര്യമാണ്.
മറ്റൊരു കാര്യം കൂടിയുണ്ട് എൽദോ, അതായത് ഈ ഒരു പരാതിയിൽ തന്നെ മറ്റൊരു പരാതി മുഖ്യമന്ത്രിക്കും ആഭ്യന്തരമന്ത്രിക്കും അൻസിബ പരാതി നൽകിയിട്ടുണ്ട്. അത് ടിനി ടോമിനെതിരെയും ടിനി ടോമിനെതിരായിട്ടുള്ള പരാതിയാണ്. നേരത്തെ തന്നെ അൻസിബ പറഞ്ഞു താൻ മതപരിവർത്തനത്തിന് പ്രേരിപ്പിക്കുന്നു എന്ന തരത്തിലുള്ള പ്രചാരണം നടത്തി, തന്നെക്കുറിച്ച് അവിഹിത കഥകൾ മെനഞ്ഞുണ്ടാക്കി. ഇതൊക്കെ ചൂണ്ടിക്കാട്ടിക്കൊണ്ടാണ് ആഭ്യന്തരമന്ത്രിക്കും മുഖ്യമന്ത്രിക്കും ടിനി ടോമിനെതിരെ അൻസിബ പരാതി നൽകിയിരിക്കുന്നത്. അതോടൊപ്പം തന്നെ മറ്റൊന്ന്, ഈ നടി ലക്ഷ്മിപ്രിയ കൊടുത്ത പരാതിയെ തുടർന്ന് അൻസിബയെ തൃപ്പൂണിത്തുറ പോലീസ് സ്റ്റേഷനിലേക്ക് വിളിച്ചു വരുത്തിച്ചിട്ടുണ്ടായിരുന്നു. അവിടെ വെച്ച് ഏകദേശം 3 മണിക്കൂർ തന്നെ മാനസികമായി പോലീസിന്റെ ഭാഗത്തു നിന്നുള്ള പ്രവർത്തികൾ വേദനയുണ്ടാക്കി. അതിന്റെ അടിസ്ഥാനത്തിൽ തൃപ്പൂണിത്തുറ SIക്കെതിരെയും അൻസിബ പോലീസിന് മുഖ്യമന്ത്രിക്കും ആഭ്യന്തരമന്ത്രിക്കും നൽകിയ പരാതിയിൽ തൃപ്പൂണിത്തുറ SIയെയും ഉൾപ്പെടുത്തിയിട്ടുണ്ട്. നഷ്ടപരിഹാരം ആവശ്യപ്പെട്ടുകൊണ്ടായിരുന്നു അൻസിബ ഇപ്പോൾ പരാതി നൽകിയിരിക്കുന്നത്. ഒറ്റയ്ക്കൊരു കാര്യം മാത്രം, ഈ പ്രത്യേക ഒരു സമിതി രൂപീകരിക്കണമെന്ന് അൻസിബ ആവശ്യപ്പെട്ടിരുന്നല്ലോ അമ്മയോട്, അത് അംഗീകരിക്കുന്നുണ്ടോ? അതിലിപ്പോൾ നിലവിൽ അമ്മ സംഘടന യാതൊരുവിധ നടപടിയും സ്വീകരിച്ചിട്ടില്ല എന്നാണ് അറിയാൻ സാധിക്കുന്നത്. പ്രസിഡന്റ് ശ്വേതാ മേനോനും മറ്റു ചില അംഗങ്ങളും ചേർന്ന് അൻസിബയുടെ പരാതി കേൾക്കാമെന്നായിരുന്നു ആദ്യം തീരുമാനമെടുത്തത്. പക്ഷെ അൻസിബ പറയുന്നത് ഈ എക്സിക്യൂട്ടീവ് കമ്മിറ്റി അംഗങ്ങൾക്കെതിരെയാണ് താൻ പരാതി നൽകിയത്. അവർ ഈ പറയുന്ന തന്റെ പരാതി കേൾക്കാനിരിക്കുന്നവർക്ക് അനുകൂലമാകുന്ന ഒരു നിലപാടെടുക്കുമോ, അല്ലെങ്കിൽ അവരെ പിന്തുണയ്ക്കുന്ന ആളുകളാണ് തന്റെ പരാതി കേൾക്കുന്നത്, അത് എപ്പോഴെങ്ങനെയാണ് തനിക്ക് നീതി ഉറപ്പാക്കുക? അതുകൊണ്ട് ഈ കമ്മിറ്റിയിൽ ഇല്ലാത്ത നിഷ്പക്ഷമായി നിൽക്കുന്ന 3 പേര് വേണം. ആ 3 പേരുടെ പേര് അൻസിബ തന്നെ മുന്നോട്ട് വെക്കുന്നുണ്ട്. അതിലൊന്ന് മാലാ പാർവതി, മറ്റൊന്ന് MLA കൂടിയായിട്ടുള്ള രമേശ് പിഷാരടി, ധ്യാൻ ശ്രീനിവാസൻ. ഇവരെ 3 പേരുടെ പേര്, ഇവരായിരിക്കണം തന്റെ പരാതി കേൾക്കുക, അല്ലെങ്കിൽ കമ്മിറ്റിയിലില്ലാത്ത മറ്റ് നിഷ്പക്ഷമായി നിൽക്കുന്നു എന്ന് തനിക്ക് ഉറപ്പുള്ളവർ ആയിരിക്കണം തന്റെ പരാതി കേൾക്കുക എന്നതാണ് അൻസിബ മുന്നോട്ട് വെച്ചിരിക്കുന്ന നിർദ്ദേശം. എന്തായാലും സംഘടന അതിലൊരു തീരുമാനം എടുത്തിട്ടുണ്ട്, അല്ലെങ്കിൽ പ്രസിഡന്റോ കമ്മിറ്റിയോ ഇതിലൊരു തീരുമാനം എടുത്തതായി ഇതുവരേക്കും ലഭ്യമായിട്ടുമില്ല. റൈറ്റ്, നവമിയാണ് വിവരങ്ങളുമായി ചേർന്നത് കൊച്ചിയിൽ. സ്പോട്ട്ലൈറ്റ് സമയം പൂർണ്ണമാവുകയാണ്. വീണ്ടും നാളെ. നമസ്കാരം. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.